ശുക്ലാംബരധരം വിഷ്ണു പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.
ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധത്തിലെ 62-ാം അധ്യായമാണ് കാണുന്നത്. ആദ്യത്തെ 17 ശ്ലോകങ്ങൾ രാവിലെ വ്യാഖ്യാനിച്ചു. ഇനി 18 ശ്ലോകങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. ഉഷാ അനിരുദ്ധം എന്നതാണ് ഈ അധ്യായത്തിൻ്റെ ഒരു പേര്. ഭഗവാന്റെ പൗത്രനായ അനിരുദ്ധൻ മഹാബലിയുടെ പുത്രനായ ബാണന്റെ പുത്രിയായ ഉഷയുമായിട്ടുള്ള വിവാഹം എങ്ങനെ നടന്നു എന്നത് വർണ്ണിക്കുകയാണ്. 2 അധ്യായങ്ങളിലാണ്, 62ഉം 63ഉം. അതിൽ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 62തമോऽധ്യായഃ. രാജോവാച ബാണസ്യ തനയാം ഊഷാം ഉപയേമേ യദുത്തമഃ തത്ര യുദ്ധമഭൂദ്ഘോരം ഹരിശങ്കരയോർമഹത് ഏതത് സർവം മഹായോഗിൻ സമാഖ്യാതും ത്വമർഹസി. ശ്രീശുക ഉവാച ബാണപുത്രശതജ്യേഷ്ഠോ ബലേരാസീത് മഹാത്മനഃ ഏന വാമനരൂപായ ഹരയേദായി മേദിനി തസ്യ ഔരസസുതോ ബാണഃ ശിവഭക്തിരതഃ സദാ മാന്യോ വദാന്യോ ധീമാംശ്ച സത്യസന്ധോ ദൃഢവ്രതഃ ശോണിതാഖ്യേ പുരേ രമ്യേ സ രാജ്യം അകരോത് പുരാ തസ്യ ശംഭോഃ പ്രസാദേന കിങ്കരാ ഇവ തേ അമരാഃ സഹസ്രബാഹുർവാദ്യേന താണ്ഡവേ അതോഷയൻ മൃഡം ഭഗവാൻ സർവഭൂതേശഃ ശരണ്യോ ഭക്തവത്സലഃ വരേണ ഛന്ദയാമാസ സതം വവ്രേ പുരാധിപം സ ഏകദാഹ ഗിരിശം പാർശ്വസ്ഥം വീര്യദുന്മദഃ കിരീടേനാർക്കവർണ്ണേന സംസ്പൃശൻ തത്പദാംബുജം നമസ്യേ ത്വാം മഹാദേവ ലോകാനാം ഗുരുമീശ്വരം പുംസാം അപൂർണകാമാനാം കാമപൂരാമരാംഗ്രിപം ദോസഹസ്രം ത്വയാ ദത്തം പരം ഭാരായമേഭവത് ത്രിലോക്യാം പ്രതിയോദ്ധാരം ന ലഭേ ത്വധൃതേ സമം കണ്ടൂത്യാനിവൃതൈർദോർഭിഃ യുയുത്സുർദിഗ്ഗജാൻ അഹം അന്വയാം ചൂർണയന്നദ്രീൻ ഭീതാസ്തേ വിപ്രതുദ്രുവുഃ തച്ഛ്രുത്വാ ഭഗവാൻ ക്രുദ്ധഃ കേതുസ്തേ ഭജ്യതേ യദാ ത്വദ്ദർപ്പഘ്നം ഭവേന്മൂഢ സംയുഗം മത്സമേന തേ ഇത്യുക്തഃ കുമതിർഹൃഷ്ടഃ സ്വഗൃഹം പ്രാവിശൻ നൃപ പ്രതീക്ഷൻ ഗിരിശാദേശം സ്വവീര്യനശനം കുദീഃ തസ്യോഷാ നാമ ദുഹിതാ സ്വപ്നേ പ്രാദ്യുമ്നിനാരദിം കന്യാലപത കാന്തേന പ്രാഗദൃഷ്ടശ്രുതേന സാ തത്ര തം അപശ്യന്തി ക്വാസി കാന്തേതി വാദിനി സഖീനാം മദ്യ ഉത്തസ്ഥൗ വിഹ്വലാ വ്രീഡിതാ വൃശം ബാണസ്യ മന്ത്രീ കുംഭാണ്ഡഃ ചിത്രലേഖാ ച തൽസുതാ സഖ്യപൃച്ഛത് സഖീം ഊഷാം കൗതൂഹലസമന്വിതാ കം ത്വം മൃഗയസേ സുബ്രോഃ കീദൃശസ്തേ മനോരഥഃ ഹസ്തഗ്രാഹം ന തേദ്യാപി രാജപുത്രി ഉപലക്ഷയേ. ഊഷോവാച ദൃഷ്ടഃ കശ്ചിന്നരഃ സ്വപ്നേ ശ്യാമഃ കമലലോചനഃ പീതവാസാ ബൃഹദ്ബാഹുഃ യോഷിതാം ഹൃതയംഗമഃ തമഹം മൃഗയേ കാന്തം പായയിത്വാധരം മധു ക്വാപി യാതഃ സ്പൃഹയതീം ക്ഷിപ്ത്വാ മാം വൃജിനാർണവേ.
ചിത്രലേഖോവാച വ്യസനം തേ അപകർഷാമി ത്രിലോക്യാം യദി ഭാവ്യത്തെ തമാനേഷ്യേ നരം യസ്തേ മനോഹർത്താ തമാദിശ ഇത്യുക്ത്വാ ദേവഗന്ധർവസിദ്ധചാരണപന്നഗാൻ ദൈത്യവിദ്യാധരാൻ യക്ഷാൻ മനുജാംശ്ച യഥാലിഖത് മനുജേഷു ച സാ വൃഷ്ണീൻ ശൂരമാനഗദുന്ദുഭിം വ്യലിഖത് രാമകൃഷ്ണൗ ച പ്രദ്യുമ്നം വീക്ഷ്യ ലജ്ജിത അനിരുദ്ധം വിലിഖിതം വീക്ഷ്യ ഉഷാ വാങ്മുഖീഹ്രിയ സോ അസൗ അസൗ ഇതി പ്രാഹ സ്മയമാനാ മഹീപതേ ചിത്രലേഖാതമാജ്ഞായ പൗത്രം കൃഷ്ണസ്യ യോഗിനി യയൗ വിഹായ സാരാജൻ ദ്വാരകാം കൃഷ്ണപാലിതാം തത്ര സുപ്തം സുപര്യങ്കേ പ്രാദ്യുമ്നിം യോഗമാസ്ഥിത ഗൃഹീത്വാ ശോണിതപുരം സഖ്യൈ പ്രിയം അദർശയത് സാ ച തം സുന്ദരവരം വിലോക്യമുദിതാനന ദുഷ്പ്രേക്ഷ്യേ സ്വഗൃഹേ പുംഭിഃ രേമേ പ്രാദ്യുമ്നിനാ സമം പരാർദ്യവാസസ്രഗന്ധധൂപദീപാസനാദിഭിഃ പാനഭോജനഭക്ഷ്യൈശ്ച വാക്യൈः ശുശ്രൂഷയാർച്ചിതഃ ഗൂഢഃ കന്യാപുരേ ശശ്വത്പ്രവൃദ്ധസ്നേഹയാതയാ നാഹർഗണാൻ സ ബുബുധേ ഊഷയാ ബഹൃദേന്ദ്രിയഃ താം തഥാ യദുവീരേണ ഭുജ്യമാനാം ഹതവ്രതാം ഹേതുഭിർലക്ഷയാൻ ചക്രുഃ ആപ്രീതാം ദുരവച്ഛതൈഃ ബഡാ ആവേദയാൻ ചക്രുഃ രാജൻ തേ ദുഹിതുർവയം വിചേഷ്ടിതം ലക്ഷയാമഃ കന്യായാഃ കുലദൂഷണം അനപായിഭിരസ്മാഭിഃ ഗുപ്തായാശ്ച ഗൃഹേ പ്രഭോ കന്യായാ ദൂഷണം പുംഭിഃ ദുഷ്പ്രേക്ഷായാ ന വിദ്മഹേ തതഃ പ്രവ്യതിതോ ബാണോ ദുഹിതുഃ ശ്രുതദൂഷണഃ ത്വരിതഃ കന്യകാഗാരം പ്രാപ്തോദ്രാക്ഷീദ്യദൂദ്വഹം കാമാത്മജം തംബുവനൈകസുന്ദരം ശ്യാമം പിശങ്കാംബരമംബുജേക്ഷണം ബൃഹദ്ഭുജം കുണ്ടലകുന്തളദ്വിഷാസ്മിതാവലോകേന ച മണ്ഡിതാനനം ദിവ്യന്തമക്ഷയേ പ്രിയയാഭിനിമ്ലയാ തദംഗസംഗസ്തന കുങ്കുമസ്രജം ബാഹോർദധാനം മധുമല്ലികാശ്രിതാം തസ്യാഗ്ര ആസീനമവേക്ഷ്യ വിസ്മിതഃ സതം പ്രവിഷ്ടം മൃതമാതതായിഭിഃ ബഡൈർ അനീകൈർ അവലോക്യ മാധവഃ ഉദ്യമ്യമൗർവം പരിഗം വ്യവസ്ഥിതോ യഥാന്തകോ ഗണ്ഡധരോ ജിഗാംസയാ ജിഗൃക്ഷയാ താൻ പരിതപ്രസർപ്പതഃ ശുനോ യദാ സൂകരയൂഥപോഹനത് തേ ഹന്യമാനാ ഭവനാദ് വിനിർഗതാ നിർഭിന്നമൂർധോരുഭുജാഃ പ്രദുദ്രുവുഃ തം നാഗപാശൈർബലിനന്ദനോ ബലി ഗ്നന്ദം സ്വസൈന്യം കുപിതോ ബബന്ധഃ ഊഷാഭൃശം ശോകവിഷാദവിഹ്വലാ ബദ്ധം നിശമ്യാശ്രുകുല അശ്രുകലാക്ഷരൗദിഷീത്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധബന്ധോ നാമ ദ്വിഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ഉഷാ അനിരുദ്ധം കഥയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. രാവിലെ നമ്മൾ ഈ 62-ാം അധ്യായത്തിലെ പകുതിയോളം ഭാഗം വ്യാഖ്യാനിച്ചു.
പരീക്ഷിത് രാജാവിൻ്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ അധ്യായം ആരംഭിച്ചത്. ബാണന്റെ പുത്രിയായ ഉഷയെ യദൂത്തമനായ അനിരുദ്ധൻ വിവാഹം കഴിച്ചുവല്ലോ. അവിടെ ഘോരമായിട്ടുള്ള യുദ്ധം ഹരിശങ്കരന്മാർ തമ്മിൽ ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അത് മുഴുവൻ അങ്ങ് മഹായോഗിയായ അങ്ങ് പറഞ്ഞു തരേണ്ടതാണ്, അങ്ങാണ് അതിന് യോഗ്യനായിട്ടുള്ള ആള് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തപ്പോഴാണ് ശുകബ്രഹ്മർഷി ആ കഥ ആരംഭിച്ചത്. മഹാത്മാവായ മഹാബലിയുടെ 100 പുത്രന്മാരിൽ ജ്യേഷ്ഠനായിരുന്നു ബാണൻ. ഈ മഹാബലി തന്നെയാണ് വാമനരൂപനായ ഭഗവാന് ഭൂമിയെ ദാനം ചെയ്തത്. ആ മഹാബലിയുടെ ഔരസപുത്രനായ ബാണൻ ശിവഭക്തിരതനായിരുന്നു എല്ലായ്പ്പോഴും. വളരെ മാന്യൻ, ദാനശീലൻ, ബുദ്ധിമാൻ, സത്യസന്ധൻ, ദൃഢവ്രതൻ, അങ്ങനെ ആ പ്രഹ്ലാദന്റെയും മഹാബലിയുടെയൊക്കെ ഗുണങ്ങൾ പലതും ആ ബാണന് ഉണ്ട്. അദ്ദേഹം വസിച്ചിരുന്ന പുരം ശോണിതം എന്ന പുരത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം നിർമ്മിച്ചിരുന്നത്. അദ്ദേഹത്തിന് ശംഭുവിൻ്റെ പ്രസാദം കൊണ്ട് ദേവന്മാർ പോലും കിങ്കരന്മാരെ പോലെയായിരുന്നു. 1000 കൈകളുള്ള അദ്ദേഹം ഭഗവാന്റെ പ്രദോഷ താണ്ഡവത്തിൽ 1000 കൈകളെ കൊണ്ടും വാദ്യങ്ങൾ വായിച്ചുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു. ഭക്തവത്സലനും ശരണ്യനുമായ ഭഗവാൻ അവൻ എന്ത് വരം വേണം എന്ന് ചോദിച്ചു. ഭഗവാനെ തന്നെ പുരാധിപനായിട്ട് അവൻ ഭരിച്ചു. എൻ്റെ പുരത്തിൻ്റെ രക്ഷകനായി, അധിപനായി, നാഥനായി അങ്ങ് വേണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ മഹാദേവൻ തന്നെ ശോണിതപുരത്തിൻ്റെ രക്ഷകനായി മാറി. ഒരിക്കൽ ഗർവിതനായ, വീര്യം കൊണ്ട് ദുർമതനായിട്ടുള്ള ആ ബാണൻ തന്നെ സൂര്യനെ പോലെ ജ്വലിക്കുന്ന തന്റെ കിരീടത്തോടുകൂടി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാദേവ, ലോകങ്ങൾക്ക് മുഴുവൻ ഗുരുവായും ഈശ്വരനുമായിരിക്കുന്ന അങ്ങേക്ക് എൻ്റെ നമസ്കാരം. അങ്ങ് അപൂർണകാമന്മാരായ പുരുഷന്മാരുടെ കാമങ്ങളെ പൂർത്തീകരിക്കുന്ന കൽപ്പവൃക്ഷമാണല്ലോ. അങ്ങ് എനിക്ക് 1000 കൈകൾ തന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം എനിക്കിപ്പോൾ ഭാരമായി തീർന്നിരിക്കുന്നു. ഈ 3 ലോകങ്ങളിലും അങ്ങയ്ക്ക് തുല്യനായിട്ട്, അങ്ങയെപ്പോലെ, അങ്ങയെ കൂടാതെ വേറൊരാളും എനിക്ക് സമനായിട്ട് എന്നോട് പ്രതിയുദ്ധം ചെയ്യാൻ ആരെയും കാണാനില്ല, ഒരാളെയും ലഭിക്കാനില്ല. എൻ്റെ ഈ കൈകളുടെ ചൊറിച്ചിൽ അല്ലെങ്കിൽ കൈത്തരിപ്പ് മാറാത്തതുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഇച്ഛിക്കുന്നവനായ ഞാൻ എന്താ പറയുക, ലോകാലോക പർവ്വതങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് ദിഗ്ഗജങ്ങളുടെ പിന്നാലെ അവരെ ആക്രമിക്കാൻ പാഞ്ഞു. അവരെല്ലാം എന്നെ ഭയപ്പെട്ട് ഓടിപ്പോയി. അങ്ങനെ എനിക്ക് എതിരാളികൾ ഈ ലോകങ്ങളിൽ എവിടെയും ഇല്ലാതായി. ഇപ്പം എൻ്റെ കൈത്തരിപ്പിട്ട് മാറിയിട്ടുമില്ല. വല്ലാത്ത ചൊറിച്ചിൽ എൻ്റെ കൈകൾക്ക്. ഇങ്ങനെയുള്ള ഇവൻ്റെ അഹങ്കാരപൂർണമായിട്ടുള്ള വാക്കുകൾ കേട്ട് ഭഗവാൻ ക്രുദ്ധനായി. ഭഗവാൻ ഒരു ക്രോധത്തോടുകൂടി തന്നെ പറഞ്ഞു: എന്ന് നിന്റെ കൊടിമരം അറ്റു വീഴുന്നുവോ, വഞ്ചിക്കപ്പെടുന്നുവോ, അന്ന് എനിക്ക് സമനായിട്ടുള്ള ഒരാൾ നിന്റെ ദർപ്പത്തെ നശിപ്പിക്കാനായി കൊണ്ടുവരും, നിന്നോട് യുദ്ധം ചെയ്യാനായി കൊണ്ടുവരും. ഇത് കേട്ടപ്പോഴും കുധിയായ അവൻ സന്തോഷത്തോടെ തൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. ഗിരീശ ആദേശം സ്വവീര്യനശനം പ്രതീക്ഷന്. ആ ഗിരീശൻ പറഞ്ഞതുപോലെ തൻ്റെ വീര്യത്തെ നശിപ്പിക്കാനായി വരുന്ന ആളെ പ്രതീക്ഷിച്ചുകൊണ്ട് അന്നു മുതൽക്ക് അദ്ദേഹം ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ കൊടിമരത്തിലേക്ക് നോക്കും. അതിന് വല്ല കേടുപാടും വഞ്ചനവും ഉണ്ടോ, കൊടിക്കൂറാറ്റ് വീണിട്ടുണ്ടോ. അപ്പോൾ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ചര്യയായി മാറി പ്രതീക്ഷ. ഇന്ന് വരുവോ, ഇന്ന് വരുവോ, ഇന്ന് വരുവോ എന്ന് അദ്ദേഹം ദിവസവും തൻ്റെ കൊടിമരം നോക്കുമെന്ന. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് തന്നെ ഉഷ എന്ന പേരുള്ള പുത്രിയുണ്ട്. അവൾ സ്വപ്നത്തിൽ പ്രദ്യുമ്നപുത്രനായ അനിരുദ്ധനുമായിട്ട്
രതി അനുഭവിക്കുന്നത് ഉണ്ടായി. ഈ പ്രദ്യുമ്നനെ അനിരുദ്ധനെ അവൾ മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല. വളരെ സുന്ദരനായിട്ടുള്ള ഒരു പുരുഷനുമായിട്ട് അവൾക്ക് ആ രതി അനുഭവം ഉണ്ടായി. സ്വപ്നത്തിൽ പെട്ടെന്ന് തന്റെ കാന്തനെ കാണാതായ അവൾ ക്വാസി കാന്തായിരി വാദിനി, എവിടെ പോയി എന്റെ പ്രിയതമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സഖീനാം മധ്യേ ഉത്തസ്തൗ വിഹ്വല വ്രീഡിതാ വൃഷം, സ്വപ്നത്തിൽ നിന്ന് വിഹ്വലയായി പരവശയായി ലജ്ജയോടുകൂടി സഖികളുടെ മധ്യത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അന്വേഷിക്കുകയാണ്. ക്വാസി ക്വാസി കാന്ത, നീ എവിടെ പോയി കാന്ത എന്നിങ്ങനെ. അപ്പോ സഖികളുടെ കൂട്ടത്തിൽ പ്രമുഖയാണ് ബാണന്റെ മന്ത്രിയായ കുംഭാണ്ഡന്റെ മകൾ ചിത്രലേഖ. ആ സഖി ഈ സഖിയായ ഉഷയോട് കൗതൂഹലത്തോടുകൂടെ ചോദിച്ചു, കാത്വം മൃഗയസേ സുബ്രു, സുന്ദരി നീ ആരെയാണ് തെരയുന്നത്? കീദൃശസ്തേ മനോരഥ, നിന്റെ മനോരഥം എന്താണ്, എപ്രകാരമുള്ളതാണ്? ഹസ്തഗ്രാഹം നത്തെ അദ്യാപി രാജപുത്രി ഉപലക്ഷയെ, രാജപുത്രി നിന്നെ ഞാൻ ഇതുവരെ വിവാഹം കഴിഞ്ഞവളായിട്ട് കണ്ടിട്ടില്ലല്ലോ, അപ്പൊ ഏത് കാന്തനെയാണ് നീ അന്വേഷിക്കുന്നത് എന്നിങ്ങനെ കൗതൂഹലത്തോടെ ചിത്രലേഖ ചോദിച്ചു. അതിന് ഉഷ മറുപടി പറയുന്നു, സ്വപ്നത്തിൽ ശ്യാമനും കമലലോചനനും പീതവാസസ്സും ബൃഹദ്ബാഹുവുമായി സ്ത്രീകളുടെ എല്ലാം ഹൃദയത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുന്നവനായിട്ടുള്ള ഒരു പുരുഷനെ ഞാൻ കണ്ടു. ദൃഷ്ട കശ്ചിൻ നരസ്വപ്നേ ശ്യാമഃ കമലലോചനഃ പീതവാസ ബൃഹദ്ബാഹു യോഷിതാം ഹൃദയംഗമഃ തമഹം മൃഗയെ കാന്തം പായയിത്വാദരം മധു ക്വാപിയാദ സ്പൃഹയതീം ക്ഷിപ്ത്വാ മാം ഋജിനാർണവേ. ആ കാന്തനെയാണ് ഞാൻ തിരയുന്നത്. അവൻ എനിക്ക് അധരാമൃതം പാനം ചെയ്യിപ്പിച്ചിട്ട് കൊതിതീരാത്ത എന്നെ ഉപേക്ഷിച്ച് എവിടേക്കോ പോയി. എന്നെ ദുഃഖസാഗരത്തിൽ ആഴ്ത്തിയിട്ടാണ് അവൻ എന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. അവനെയാണ് ഞാൻ തിരയുന്നത്. അവനെ തന്നെ എനിക്ക് വേണം. അവൻ മാത്രമാണ് ഇനി എൻ്റെ കാന്തൻ, എൻ്റെ ഭർത്താവ് എന്ന മട്ടിൽ വളരെ അഭിനിവേശത്തോടെ ദൈന്യഭാവത്തിൽ ആ ഉഷ തൻ്റെ സഖിയോട് പറഞ്ഞു, ചിത്രലേഖയോട് പറഞ്ഞു. ചിത്രലേഖ സഖിയായ ഉഷയെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. കഥ തുടരുകയാണ്. ചിത്രലേഖോവാച വ്യസനം തേപകർഷാമി ത്രിലോക്യാം യദി ഭാവ്യത്തെ തമാനേഷ്യേ നരം യസ്തേ മനോഹർത്ത തമാദിശ. ചിത്രലേഖ ഉവാച വ്യസനം തേപകർഷാമി ത്രിലോക്യാം യദി ഭാവ്യത്തെ തമാനേഷ്യേ നരം യസ്തേ മനോഹർത്ത തമാദിശ. ഇപ്പൊ ചിത്രലേഖയുടെ വാക്കുകളാണ്. ചിത്രലേഖ ഉവാച, ചിത്രലേഖോവാച. ത്രിലോക്യാം യദി ഭാവ്യത്തെ തം നരം ആനേഷ്യേ. ത്രിലോക്യം ഈ മൂന്ന് ലോകങ്ങളിലും യദി ഭാവ്യത്തെ ഭവിക്കുമെങ്കിൽ എന്നർത്ഥം. അങ്ങനെ ഒരാള്, നീ കണ്ട ഒരാള്, നിന്റെ സ്വപ്നത്തിൽ കണ്ട ഒരാൾ ഈ മൂന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ഉള്ള ആളാണെങ്കിൽ, ഇല്ലാത്തതാണെങ്കിൽ പിന്നെ എനിക്ക് നിവൃത്തിയില്ല. അപ്പൊ കണ്ടീഷൻ പറഞ്ഞു, മൂന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുള്ള ഒരാളാണെങ്കിൽ യദി ഭാവ്യതേ തം നരം ആനേഷ്യേ, ആ നരനെ ഞാൻ ആനയിക്കാം നിനക്ക് വേണ്ടി, അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരാം എന്ന് വാഗ്ദാനം ചെയ്യണം. ഈ മൂന്ന് ലോകത്തിൽപ്പെട്ടവനാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ആനേഷ്യേ തേ വ്യസനം അപകർഷാമി. നല്ല കൂട്ടുകാരി അല്ലെ, എങ്ങനെ വേണം? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. നിന്റെ വ്യസനത്തെ, നിന്റെ ദുഃഖത്തെ അഹം അപകർഷാമി, ഞാൻ ദൂരേക്ക് കളയാം, തള്ളിക്കളയാം, നീക്കിത്തരാം എന്നാ പറയണം. അപ്പൊ നീ വിഷമിക്കാതെ, മൂന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ഈ ഒരു പുരുഷൻ, നീ കണ്ട പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം. ഐ വിൽ ബ്രിങ് ഹിം എന്ന.
നിന്റെ വ്യസനത്തെ ഞാൻ ഇല്ലാതെയാക്കും. തേ മനോഹർത്ത യഹ തം ആദിശ. തേ മനോഹർത്ത യഹ, നിന്റെ മനസ്സിനെ ഹരിച്ചവൻ യാവനാണോ, ഏതൊരുവനാണോ, തം ആദിശ, അവനെ നീ പറഞ്ഞു തരൂ. അവൻ ആരെന്ന് നീ വ്യക്തമാക്കി തരൂ, അവനെ ഐഡന്റിഫൈ ചെയ്തു തരൂ, ഞാൻ കൊണ്ടുതരാം എന്നാ പറയണത്. അപ്പോ എങ്ങനെയപ്പോ അറിവില്ലാത്ത ഒരാളെ മുമ്പും പിമ്പും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരാളെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ചിത്രലേഖ തന്നെ മിടുക്കിയാണ്. ലോകത്തിലുള്ള സകലരുടെയും ചിത്രം ലേഖനം ചെയ്യാൻ സാമർഥ്യമുള്ളവളായതുകൊണ്ടാണ് അവൾക്ക് ചിത്രലേഖ എന്ന് പേര് വീണിരിക്കുന്നത്. വേറെയും പേരുകൾ ഉണ്ടാവാം. എന്തായാലും ഇത്യുക്ത്വാ ദേവഗന്ധർവ സിദ്ധചാരണ പന്നഗാൻ ദൈത്യവിദ്യാധരാൻ യക്ഷാൻ മനുജാംശ്ച യദാലിഗത്. ഇത്യുക്ത്വാ ദേവഗന്ധർവ സിദ്ധചാരണ പന്നഗാൻ ദൈത്യവിദ്യാധരാൻ യക്ഷാൻ മനുജാംശ്ച യദാ അലിഗത്. ഇത്യുക്ത്വാ, ആ ചിത്രലേഖ ഉഷയോട് ഇപ്രകാരം പറഞ്ഞിട്ട് അലിഖത് എന്നാ പറയണം. അലിഖത് എന്ന് പറഞ്ഞാൽ ലേഖനം ചെയ്തു, പാസ്റ്റ് ടെൻസ് ആണ്. അലിഖത് എന്താ ലങ് എന്ന് പറയും പാസ്റ്റ് ടെൻസിന് സംസ്കൃതത്തിൽ. അപ്പൊ അലിഖത് ആരെയൊക്കെ ലേഖനം ചെയ്തു? ദേവ, ഗന്ധർവ, സിദ്ധ, ചാരണ, പന്നഗാൻ, ദൈത്യ, വിദ്യാധരാൻ, യക്ഷാൻ, മനുജാൻ ച. എന്നുവെച്ചാൽ 3 ലോകങ്ങളിലുള്ള ഏതൊക്കെ വിഭാഗങ്ങളിൽപ്പെട്ട, ഏതൊക്കെ യോനിയിൽ പിറന്ന ആളുകളുണ്ടോ അവരുടെയൊക്കെ ചിത്രങ്ങൾ ലേഖനം ചെയ്തു. യഥാ അലിഖത്. യഥാ എന്ന് പറഞ്ഞാല് ഉള്ളതുപോലെ, അവരൊക്കെ എങ്ങനെ ഇരിക്കുമോ അതുപോലെ എന്ന്. അപ്പൊ എത്ര സാമർഥ്യമുള്ളവളാണ് ഈ ചിത്രലേഖ എന്ന് പറയാം. അപ്പൊ ദേവന്മാരുടെ ചിത്രങ്ങൾ വരച്ചു, ഇന്ദ്രാദികളുടെ ചിത്രം വരച്ചു, ഗന്ധർവന്മാരിൽ പ്രമുഖന്മാരുടെയൊക്കെ ചിത്രം ഉള്ളതുപോലെ വരച്ചു, സിദ്ധന്മാരുടെ ചിത്രങ്ങൾ വരച്ചു, ചാരണന്മാരുടെ ചിത്രങ്ങൾ വരച്ചു. പന്നകന്മാരെന്ന് പറഞ്ഞാൽ ഉരകന്മാരെന്നും പറയും. ദേവവർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ ഉരകങ്ങൾ അവരുടെ ഇതിനെ വരച്ചു. ദൈത്യന്മാരും വരച്ചു അല്ലേ? ഇനിയിപ്പോ ആ വർഗത്തിലും ഉണ്ടാവാം, കാരണം ഇവര് ദൈത്യവർഗത്തിൽപ്പെട്ടതാണല്ലോ. ഉഷ തന്നെ ബാണന്റെ മകളല്ലേ? ബാണൻ അസുരനല്ലേ? മഹാബലിയുടെ പുത്രനല്ലേ? പ്രഹ്ലാദന്റെ പൗത്രനല്ലേ? അപ്പൊ എന്തായാലും ആ ദൈത്യവർഗത്തിലുള്ളവരുടെയും വരച്ചു. വിദ്യാധരന്മാരുടെ ചിത്രങ്ങളും വരച്ചു. യക്ഷന്മാരുടെ ചിത്രങ്ങൾ വരച്ചു. അവരൊക്കെയാണ് സുന്ദരന്മാരായിട്ടുള്ളവർ. അവരുടെയൊക്കെ വരച്ചു കഴിഞ്ഞപ്പോ നേതി 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതല്ല ഇതല്ല ഇതല്ല. അപ്പൊ മനുജാൻച, മനുഷ്യന്മാരുടെ ചിത്രങ്ങളും വരച്ചു. ആ മനുഷ്യന്മാരിൽ കേമന്മാരായിട്ടുള്ള ആരൊക്കെ രാജാക്കന്മാരെയൊക്കെ വരച്ചു. അത് തുടരുകയാണ്. മനുജേഷു ച സാ വൃഷ്ണീൻ ശൂരം ആനഗദുന്ദുഭിം വ്യലിഗത് രാമകൃഷ്ണൗ ച പ്രദ്യുമ്നം വീക്ഷ്യ ലജ്ജിത. മനുജേഷു ച സാ വൃഷ്ണീൻ ശൂരം ആനഗദുന്ദുഭിം വ്യലിഗത് രാമകൃഷ്ണൗ ച പ്രദ്യുമ്നം വീക്ഷ്യ ലജ്ജിത. അങ്ങനെ മനുജേഷു, മനുഷ്യന്മാരുടെ മധ്യത്തിൽ മറ്റു പലരെയും പ്രമുഖരായ രാജാക്കന്മാരെയൊക്കെ വരച്ചപ്പോ നേതി 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 എന്ന് പറഞ്ഞു. വേണമെങ്കിൽ പാണ്ഡവന്മാരെ, കൗരവന്മാരെയൊക്കെ വരച്ചിട്ടുണ്ടാവും. ഒന്നുമല്ല എന്ന് പറഞ്ഞു. പിന്നീട് സാ വൃഷ്ണി, വൃഷ്ണി വംശത്തിലുള്ള ആളുകളുടെ ചിത്രങ്ങൾ വരച്ചു. അതിൽ ശൂരം, ശൂരനാരാണ്? വസുദേവരുടെ അച്ഛൻ ശൂരസേനൻ. അപ്പൊ ശൂരസേനന്റെ ചിത്രം വരച്ചു. ഇതല്ല എന്ന് പറഞ്ഞു. ആനകദുന്ദുഭിം, ആനകദുന്ദുഭി വസുദേവർ തന്നെ. അപ്പൊ വസുദേവരുടെ ചിത്രം വരച്ചപ്പോഴും നേതി രാമകൃഷ്ണൗ ച വ്യലിഗത്. വ്യലിഗത് എന്ന് പറഞ്ഞാൽ വിശേഷേണ അലിഗത്, നന്നായി വരച്ചു എന്നാണ്. ആരെ? ബലരാമസ്വാമിയുടെ ചിത്രം വരച്ചു, കൃഷ്ണന്റെ ചിത്രവും വരച്ചു. അതുമല്ല എന്ന് പറഞ്ഞു.
നല്ലോണം സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. പ്രദ്യുമ്നം വീക്ഷ്യ ലജ്ജിത. കൃഷ്ണപുത്രനായ കാമദേവനായ പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചപ്പോഴേക്കും നല്ല സാമ്യമുണ്ട്. അച്ഛനും മകനും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് നല്ല കണ്ടപ്പോൾ ലജ്ജയുണ്ടായി. ആർക്ക്? ഉഷയ്ക്ക്. ഇത് തന്നെയാണോ എന്ന് സംശയത്തോടെ ലജ്ജയോടെ നോക്കുകയാണ്. പിന്നെ അവസാനം നല്ല സൂക്ഷ്മ നിരീക്ഷണത്തിൽ പറഞ്ഞു എന്ന് നേതി എന്ന് പറഞ്ഞു. അപ്പോഴോ അനിരുദ്ധം വിലിഖിതം വീക്ഷ്യ ഉഷാ അവാങ്മുഖീ ഹ്രിയാ സോ അസൗ അസൗ ഇതി പ്രാഹ സ്മയമാന മഹീപദേ. അനിരുദ്ധം വിലിഖിതം വീക്ഷ്യോഷാവാങ്മുഖീ ഹ്രിയാ സോസാവസാവിധി പ്രാഹ സ്മയമാന മഹീപദേ. അനിരുദ്ധം വിലിഖിതം വീക്ഷ്യ. അനിരുദ്ധനെ വിശേഷേണ ലേഖനം ചെയ്തത് കണ്ടപ്പോൾ, അനിരുദ്ധനെ വരച്ചത് കണ്ടപ്പോൾ ഉഷ അവാങ്മുഖി ഹ്രിയ, ആ ഉഷ ബാണപുത്രി ഹ്രിയ ലജ്ജ കൊണ്ട് നല്ല പോലെ അവാങ്മുഖിയായി, തലതാഴ്ത്തിയവളായി എന്ന് പറയാം. അനിരുദ്ധന്റെ ചിത്രം കണ്ടതോടുകൂടി ലജ്ജ വർദ്ധിച്ചു. എന്നിട്ടോ എന്താ പറയണത്? ഇനി അടുത്ത ആളെ വരയ്ക്കണ്ട അത് അയാളുടെ ചിത്രം അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള മട്ടില്, മായ്ക്കരുത് എന്നുള്ള മട്ടില് പറയണ. സഹ അസൗ അസൗ, ആ അവൻ തന്നെ ഇത്, അവൻ തന്നെ ഇത്, ഇത് അവൻ തന്നെ, ഇത് അവൻ തന്നെ, ഇതന്നെ ഇതന്നെ എന്ന് പറഞ്ഞു. അസൗ അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൻ എന്നാണ്. സഹ എന്ന് പറഞ്ഞാൽ അവൻ. അപ്പൊ അവൻ തന്നെ ഇവൻ, അവൻ തന്നെ ഇവൻ ഐഡന്റിഫൈ ചെയ്തു അല്ലേ? സ്വയം ദേവദത്ത. ഏതോ കാലത്ത് ഏതോ ദേശത്ത് കണ്ട അയാൾ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ പോലെ താൻ സ്വപ്നത്തിൽ കണ്ട അതേ പുരുഷൻ തന്നെയാണ് ഈ പുരുഷൻ എന്ന് അവൾ ഉറപ്പിച്ചു. പ്രാഹ ഇതി പ്രാഹ, ഇങ്ങനെ പ്രകർഷേണ ആഹ സ്മയമാന, അവളുടെ ഉള്ളിൽ പുഞ്ചിരി വന്നു. പുഞ്ചിരി പുറത്തേക്ക് പ്രകടമായി. കാരണം ആളെ കണ്ടുപിടിച്ചു. ഇനി ചിത്രലേഖയുടെ കഴിവിൽ വിശ്വാസമുണ്ട്. ചിത്രലേഖ ഈ ആളെ തൻ്റെ അടുത്തേക്ക് എത്തിക്കുമെന്നുള്ള വിശ്വാസം വന്നപ്പോൾ, ധൈര്യം വന്നപ്പോൾ പുഞ്ചിരി പുറത്തേക്ക് വന്നു. തൻ്റെ ഉദ്ദേശിച്ച ആഗ്രഹം നടക്കും എന്നുള്ളൊരു പ്രത്യാശ വർദ്ധിച്ചു. അങ്ങനെ സ്മയമാന, ഹേ മഹീപതേ, അല്ലയോ പരീക്ഷിത് രാജാവേ, ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന്. സോ അസൗ അസൗ ഇതി പ്രാഹ സ്മയമാന മഹീപതേ. അപ്പോൾ ചിത്രലേഖ എന്ത് ചെയ്തു? ചിത്രലേഖ തമാജ്ഞായ പൗത്രം കൃഷ്ണസ്യ യോഗിനി യയൗ വിഹായ സാരാജൻ ദ്വാരകാം കൃഷ്ണപാലിതാം. ചിത്രലേഖ തമാജ്ഞായ പൗത്രം കൃഷ്ണസ്യ യോഗിനി യയൗ വിഹായ സാരാജൻ ദ്വാരകാം കൃഷ്ണപാലിതാം. ചിത്രലേഖയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു യോഗിനി എന്ന്. യോഗിനിയാണവൾ, പല സിദ്ധികളുമുള്ളവൾ എന്നർത്ഥം. യോഗ അനുഷ്ഠാനങ്ങൾ കൊണ്ട് പല സിദ്ധികളും നേടിയിട്ടുള്ളവളാണ് ഈ ചിത്രലേഖ. അപ്പൊ യോഗിനിയായ ചിത്രലേഖ തം കൃഷ്ണസ്യ പൗത്രം ആജ്ഞായ. തം, ഈ ചിത്രത്തിൽ താൻ വരച്ചത് കൃഷ്ണന്റെ പൗത്രനാണ്, അനിരുദ്ധനാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ആജ്ഞായ അറിഞ്ഞിട്ട്, അല്ലയോ പരീക്ഷിത് രാജാവേ, രാജൻ കൃഷ്ണപാലിതാം ദ്വാരകാം വിഹായസായയൗ. കൃഷ്ണപാലിതാം ദ്വാരക, കൃഷ്ണനാൽ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ദ്വാരകയിലേക്ക്, വിഹായസ ആകാശമാർഗത്തിലൂടെ, യയൗ യയൗ യാനം ചെയ്തു എന്നർത്ഥം. അപ്പൊ അവിടെ കൃഷ്ണപാലിതാം എന്നുള്ളത് പ്രത്യേകം പ്രയോഗിച്ചത് കൃഷ്ണൻ അറിയാതെ ഈ ലോകത്തിൽ തന്നെ ഒരു പുൽക്കൊടി പോലും അനങ്ങില്ല. അപ്പൊ പിന്നെ കൃഷ്ണനാൽ പാലിക്കപ്പെടുന്ന ദ്വാരകയില് ഇവൾക്ക് പ്രവേശിക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? കൃഷ്ണന്റെ അനുമതി വേണം. അപ്പൊ അതൊക്കെ, ഇതിന്റെയൊക്കെ സ്ക്രിപ്റ്റൊക്കെ ആരുടെ കയ്യിലുണ്ട്? ഭഗവാന്റെ കയ്യിലുണ്ട്. നാടകം നടക്കട്ടെ എന്ന് ഭഗവാൻ അനുവദിച്ചു എന്ന് താല്പര്യം. ഭഗവാൻ അറിയാതെ ഇവിടെ ലോകത്തില് ഒന്നും നടക്കുന്നില്ല, പ്രത്യേകിച്ച് ദ്വാരകയിലും. പക്ഷെ ഒന്നും അറിയാത്തവനെ പോലെ ഭഗവാൻ സാധാരണ പോലെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാളായി അല്ലെ രാത്രിയിൽ ഉറങ്ങിക്കിടന്നു. എല്ലാം അറിയുന്നവനായ ഭഗവാൻ.
ഭഗവാന്റെ ഇച്ഛ അവിടെ ഉണ്ട് എന്നർത്ഥം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ഭഗവാൻ അറിയാം. അപ്പോ കൃഷ്ണപാലിതാം ദ്വാരകാം യയൗ, എന്നിട്ടോ തത്ര സുപ്തം സുപര്യങ്കേ പ്രാദ്യുമ്നിം യോഗമാസ്ഥിത ഗൃഹീത്വാ ശോണിതപുരം സഖ്യൈ പ്രിയം അദർശയത്. തത്ര സുപ്തം സുപര്യങ്കേ പ്രാദ്യുമ്നിം യോഗമാസ്ഥിത ഗൃഹീത്വാ ശോണിതപുരം സഖ്യൈ പ്രിയം അദർശയത്. തത്ര സുപര്യങ്കേ സുപ്തം പ്രാദ്യുമ്നിം, തത്ര അവിടെ ദ്വാരകാപുരിയില് സുപര്യങ്കെ നല്ല മഞ്ചത്തില് നല്ല പര്യങ്കത്തിൽ സുപ്തം ഉറങ്ങിക്കിടക്കുന്നവനായ പ്രാദ്യുമ്നിം, പ്രദ്യുമ്നന്റെ പുത്രനെ, പ്രാദ്യുമ്നിയെ യോഗം ആസ്ഥിത ഗൃഹീത്വ, തന്റെ യോഗശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ആ യോഗസിദ്ധി കൊണ്ട് ഗൃഹീത്വ, ഗ്രഹിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ആളെ എടുത്തു. ദേവി തന്നെ തന്റെ കയ്യിലെടുത്തു. തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അനിരുദ്ധനൊന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി. അനിരുദ്ധനെ ഉറക്കാനും എടുത്തുകൊണ്ടുപോകാനും ഒക്കെയുള്ള സാമർഥ്യം ചിത്രലേഖയ്ക്കുണ്ട്, യോഗശക്തിയുണ്ട്. അങ്ങനെ യോഗമാസ്ഥിത ഗൃഹീത്വ ശോണിതപുരം പ്രാപ്യ, ബാണന്റെ രാജധാനിയായ ശോണിതപുരത്തിലേക്ക് പ്രാപിച്ചിട്ട് സഖ്യൈ പ്രിയം അദർശയത്, തന്റെ സഖിയായ ഉഷയ്ക്ക് അവളുടെ പ്രിയനായ അനിരുദ്ധനെ ദർശിപ്പിച്ചു. ഇവൻ തന്നെയല്ലേ നീ സ്വപ്നത്തിൽ കണ്ട നിന്റെ നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു എന്നർത്ഥം. അപ്പൊ തന്റെ തോഴിയോട്, തന്റെ സ്വാമിനിയുമാണ്, രാജാവിന്റെ മകളാണ്, താൻ മന്ത്രിയുടെ മകളാണ്, എന്നാൽ സഖി ഭാവത്തിൽ തന്നെയാണ് അവൾ പെരുമാറുന്നത്. അങ്ങനെയുള്ള ആ ചിത്രലേഖ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൊണ്ട് അനിരുദ്ധനെ കയ്യോടെ കൊണ്ടുവന്നു കൊടുത്തു. അതാണ് സഖ്യൈ പ്രിയം അദർശയത്, പ്രിയനെ സഖിക്കായിക്കൊണ്ട് ദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. സാചതം സുന്ദരവരം വിലോക്യ മുദിതാനന ദുഷ്പ്രേക്ഷ്യേ സ്വഗൃഹേ പുംഭിഃ രേമേ പ്രാദ്യുമ്നിനാ സമം. സാചതം സുന്ദരവരം വിലോക്യ മുദിതാനന ദുഷ്പ്രേക്ഷ്യേ സ്വഗൃഹേ പുംഭിഃ രേമേ പ്രാദ്യുമ്നിനാ സമം. സാച ഉഷാച, ആ ഉഷയാവട്ടെ സുന്ദരവരം തം വിലോക്യ, സുന്ദരവരനായിട്ടുള്ള, സുന്ദരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ആ അനിരുദ്ധനെ കണ്ടിട്ട് മുദിതാനന, അവളുടെ ആനന മുഖം മുദിതമായി സന്തോഷം കൊണ്ട് വികസിച്ചു എന്നർത്ഥം. അപ്പൊ സന്തോഷം കൊണ്ട് വികസിച്ച മുഖത്തോടുകൂടി അവൾ പുംഭിഃ ദുഷ്പ്രേക്ഷ്യേ സ്വഗൃഹേ പ്രാദ്യുമ്നിനാ സമം രേമേ. അവിടെ പുംഭിഃ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാൽ. അപ്പൊ പുരുഷന്മാർക്ക് അവിടെ എൻട്രി ഇല്ല, പ്രോഹിബിറ്റഡ് ഏരിയ. എന്താണ്? രാജകുമാരിയുടെ അന്തഃപുരമാണ്. അവിടേക്ക് പുരുഷന്മാരൊന്നും പ്രവേശിക്കാൻ പാടില്ല. പിന്നെ ആരെ പ്രവേശിക്കുള്ളൂ? ഇവളുടെ തോഴികൾ മാത്രമേ പ്രവേശിക്കുള്ളൂ. പ്രൈവറ്റ് ഏരിയ. അതുകൊണ്ട് പുംഭിഃ ദുഷ്പ്രേക്ഷ്യ, ദുഷ്പ്രേക്ഷ്യ എന്ന് പറഞ്ഞാൽ കാണപ്പെടുവാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഗൃഹേ, തന്റെ അന്തഃപുരത്തിൽ, തന്റെ ഭവനത്തിൽ പ്രാദ്യുമ്നിനാ സമം രേമേ, പ്രദ്യുമ്ന പുത്രനായ അനിരുദ്ധനോടുകൂടെ അവൾ സന്തോഷമായി കഴിഞ്ഞു, രമിച്ചു. സ്വപ്നത്തിൽ കണ്ടതിപ്പോ യാഥാർത്ഥ്യമായി അവൾക്ക് അവളുടെ കയ്യിൽ തന്നെ ഇഷ്ടം പോലെ രമിക്കാനായിക്കൊണ്ട് ഒരു കളിപ്പാവയെ പോലെ ഈ യോഗിനിയായിട്ടുള്ള ചിത്രലേഖ അനിരുദ്ധനെ കൊണ്ടുവന്നു കൊടുത്തു. അപ്പൊ അനിരുദ്ധൻ ഇവളുടെ സൗന്ദര്യത്തിലും ഇവളുടെ സാമർഥ്യത്തിലും എല്ലാറ്റിലും മുഴുകിക്കൊണ്ട് കഴിയുകയാണ്. അനിരുദ്ധന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, എതിർപ്പുമില്ല, ഒന്നുമില്ല, സമ്മതം. പരാർദ്യവാസസ്രഗന്ധധൂപദീപാസനാദിഭിഃ പാനഭോജനഭക്ഷ്യൈശ്ച വാക്യൈഃ ശുശ്രൂഷയാർച്ചിതഃ. പരാർദ്യവാസസ്രഗന്ധധൂപദീപാസനാദിഭിഃ പാനഭോജനഭക്ഷ്യൈശ്ച വാക്യൈഃ ശുശ്രൂഷയാർച്ചിതഃ. ആ അനിരുദ്ധഃ അർച്ചിതഃ,
അനിരുദ്ധൻ നല്ലതുപോലെ ആദരിക്കപ്പെട്ടു എന്നർത്ഥം, പൂജിക്കപ്പെട്ടു. ആരാൽ? ഉഷയാൽ. ഉഷ തനിക്ക് കിട്ടിയ ഭാഗ്യത്തെ ശ്രീകൃഷ്ണ പൗത്രനായ പ്രദ്യുമ്ന പുത്രനായ അനിരുദ്ധനെ എങ്ങനെയൊക്കെ സൽക്കരിച്ചു, സന്തോഷിപ്പിച്ചു എന്ന് പറയണം. പരാർദ്യവാസ, വാസസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം, പരാർദ്യം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തത്, ശ്രേഷ്ഠങ്ങളായത്, അമൂല്യമായത് എന്നൊക്കെ അർത്ഥമാണ്. പരാർദ്യവാസ, വളരെ വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ കൊണ്ടും. സ്രക്ക്, ഗന്ധ, ധൂപ്, ദീപ, ആസന ആദിഭിഹി. സ്രക്ക് എന്ന് പറഞ്ഞാൽ പൂമാലകളാലും, ഗന്ധം എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടും, ധൂപം എന്ന് പറഞ്ഞാൽ അന്തഃപുരത്തിലൊക്കെ നല്ല സുഗന്ധ ധൂപങ്ങൾ കൊണ്ടും, ദീപങ്ങൾ കൊണ്ടും, ആസനാദിഭിഹി ഇരിപ്പിടങ്ങളെ കൊണ്ടുമെല്ലാം സൽക്കരിച്ചു. പാന ഭോജന ഭക്ഷ്യൈശ്ച, ഇനി അകത്തേക്ക് കഴിക്കാനുള്ള പാനങ്ങൾ, ഭോജനങ്ങൾ, ഭക്ഷ്യങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പൊ പാനം എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള പലതരത്തിലുള്ള പാനീയങ്ങൾ, മധുരപാനീയങ്ങൾ, തണുത്തതും ചൂടുള്ളതും യഥാസമയം വേണ്ടതുപോലെ, അല്ലേ? അതുപോലെ ഭോജനം എന്ന് പറഞ്ഞാൽ മറ്റ് അന്നാദികള്, അതുപോലെ ഭക്ഷ്യങ്ങൾ, മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് വല്ല നേരം പോക്കിന് സ്നാക്സൊക്കെ വേണ്ടേ, എല്ലാം ഉണ്ട് എന്നർത്ഥം. ഭക്ഷണ പദാർത്ഥങ്ങളെ കൊണ്ടും. വാക്യൈഹി, നല്ല സ്നേഹപൂർവമായ മധുരമുള്ള വാക്കുകളെ കൊണ്ടും. ശുശ്രൂഷയാ, ശുശ്രൂഷ എന്താ വേണ്ടത് ചോദിച്ച് അറ്റൻഡ് ചെയ്യുക. ശ്രോതുമിച്ച, അദ്ദേഹം എന്ത് പറഞ്ഞാലും അനുസരിക്കുക, എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുക, എപ്പോഴും കരുതലോടുകൂടെ ജാഗ്രതയോടുകൂടെ ഇരിക്കുക. ഇതാണ് എല്ലാവരും തമ്മിലുള്ള സ്നേഹത്തിൽ വേണ്ടത്, അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കണം അവിടെ, പരസ്പര സ്നേഹത്തിൽ. ഭാര്യയ്ക്ക് ഭർത്താവിനോടും, ഭർത്താവിന് ഭാര്യയോടും, മക്കൾക്ക് അച്ഛനമ്മമാരോടും, അതുപോലെയുള്ള ബന്ധുക്കളോടും എല്ലാവരോടും ഒരു കെയർ. ആ കെയറാണ് ഇവിടുത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താണോ അത് കേൾക്കാനുള്ള ശ്രദ്ധ, അത് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് അത് സാധിച്ചു കൊടുക്കുക. എന്താണോ പറയുന്നത് അതനുസരിച്ച് സാധിച്ചു കൊടുക്കുക. ഇതെല്ലാം കൊണ്ട് അർച്ചിതഃ, അർച്ചിതഃ ബഹുമാനിതഃ, പൂജിതഃ. ആര്? പ്രദ്യുമ്നഃ, അനിരുദ്ധഃ. പരാർദ്യവാസസ്രഗന്ധധൂപദീപാസനാദിഭിഃ പാനഭോജനഭക്ഷ്യൈശ്ച വാക്യൈ ശുശ്രൂഷയാർച്ചിതഃ. അപ്പൊ ഉഷയുടെ സഖിമാരെ ഉഷയ്ക്ക് വേണ്ട എല്ലാം ഒരുക്കി കൊടുക്കും. ഉഷ തന്നെ നേരിട്ട് ശുശ്രൂഷിക്കും. ഗൂഢഃ കന്യാപുരേ ശശ്വത് പ്രവൃദ്ധസ്നേഹയാ തയാ നാഹർഗണാൻ സ ബുബുധേ ഊഷയാ ബഹൃതേന്ദ്രിയഃ. ഗൂഢഃ കന്യാപുരേ ശശ്വത് പ്രവൃദ്ധസ്നേഹയാ തയാ നാഹർഗണാൻ സ ബുബുധേ ഊഷയാ ബഹൃതേന്ദ്രിയഃ. അപ്പോ കന്യാപുരി, ആ കന്യയുടെ അന്തഃപുരത്തിൽ, ഉഷയുടെ അന്തഃപുരത്തിൽ ശശ്വത് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഗൂഢനായിട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണപ്പെടാത്ത രീതിയിൽ, മറ്റ് പുരുഷന്മാരാരും കാണില്ല ആ രീതിയിൽ ഉഷയോടുകൂടി അന്തഃപുരത്തിൽ രമിക്കുന്നവനായിട്ട് പ്രവൃദ്ധ സ്നേഹയാ തയാ, തയാ എന്ന് പറഞ്ഞാൽ ഉഷയാ, അവൾ എങ്ങനെയുള്ളവള്? പ്രവൃദ്ധ സ്നേഹയാ, നല്ല വർദ്ധിച്ച സ്നേഹത്തോടു കൂടിയിട്ടാണ് അനിരുദ്ധനെ അവൾ ശുശ്രൂഷിക്കുന്നത്. എന്ത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ റെഡി, അത്രയും വർദ്ധിച്ച സ്നേഹത്തോടു കൂടിയ തയാ ഉഷയാ. കന്യാപുരേ ഗൂഢഃ, അന്തഃപുരത്തിൽ ഗൂഢനായി വർത്തിച്ചുകൊണ്ട്, സഹ അപഹൃതേന്ദ്രിയഃ, അവൻ ഈ ഉഷയുടെ എല്ലാ പെരുമാറ്റങ്ങൾ കൊണ്ടും സൗന്ദര്യം കൊണ്ടുമൊക്കെ അപഹൃത ഇന്ദ്രിയ, അവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം അപഹരിക്കപ്പെട്ടവനായിട്ട്, എന്നുവെച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളും ഉഷയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു, അങ്ങനെയുള്ളവനായിട്ട്. അഹർഗണാൻ ന ബുബുധേ, അഹർഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ദിവസ സമൂഹങ്ങൾ. എത്ര ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞുവോ, മാസങ്ങൾ കഴിഞ്ഞുവോ ഒന്നും അറിഞ്ഞില്ല. നബുബുദേ, നബുബുദേ ബോധവാനായില്ല. ഹി വാസ് നോട്ട് അവെയർ ഓഫ്. കഴിഞ്ഞു പോകുന്ന രാവും പകലുകളെ കുറിച്ചോ ദിവസങ്ങളുടെ
ഏതൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞു എന്നോ ഒന്നും അറിയാതെ ഉഷയിൽ ആകൃഷ്ടനായി ഉഷയിൽ അഭിരമിക്കുന്നവനായി സുഖമായി കഴിച്ചുകൂട്ടുകയാണ്. എവിടേക്കും പോണ്ട, ഒന്നിനും പോണ്ട. ഉഷ തന്നെ വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഉഷയുടെ കസ്റ്റഡിയിൽ സുഖമായി കഴിയുകയാണ് അനിരുദ്ധൻ. ഗൂഢകന്യാപുരേ സസ്വത് പ്രവൃദ്ധ സ്നേഹയാതയാ നാഹർഗണാൻ സബുബുധേ ഊഷയാപഹൃതേന്ദ്രിയഃ താം തഥാ യദുവീരേണ ഭുജ്യമാനാം ഹതവ്രതാം ഹേതുഭിർലക്ഷയാൻ ചക്രുഃ ആപ്രീതാം ദുരവച്ഛതൈഃ. താം തഥാ യദുവീരേണ ഭുജ്യമാനാം ഹതവ്രതാം ഹേതുഭിർലക്ഷയാൻ ചക്രുഃ ആപ്രീതാം ദുരവച്ഛതൈഃ. തദാ യദുവീരേണ ഭുജ്യമാനാം ആപ്രീതാം ഹതവ്രതാം താം ദുരവച്ഛതൈഃ ഹേതുഭിഃ ലക്ഷയാൻ ചക്രുഃ. ലക്ഷയാൻ ചക്രുഃ എന്ന് പറഞ്ഞാൽ ലക്ഷീകരിക്കപ്പെട്ടു. അവള് അറിവിന് വിഷയമായി. ആർക്ക്? അവിടെയുള്ള കാവൽക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക്. എങ്ങനെയൊക്കെ തഥാ യദുവീരേണ ഭുജ്യമാനാം, തഥാ അപ്രകാരം തന്നെ ആ യദുവീരനായ അനിരുദ്ധനാൽ ഭുജിക്കപ്പെടുന്നവൾ, അനുഭവിക്കപ്പെടുന്നവൾ എന്നർത്ഥം. ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ വരനായിരിക്കുന്ന അനിരുദ്ധനാൽ നല്ലതുപോലെ അനുഭവിക്കപ്പെടുന്നവളും ആപ്രീതാം എപ്പോഴും സന്തുഷ്ട, ആപ്രീത ആസമന്താത് പ്രീത, ഒരിക്കലും ഒരു വിഷമവും കാണുന്നില്ല. ആരെ കാണുമ്പോൾ ഇപ്പൊ ഇവൻ പുറത്തു വരാറില്ല, പക്ഷെ ഉഷയ്ക്ക് പുറത്തു വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കൊക്കെ തല കാണിക്കണ്ടേ പുറത്ത്, അല്ലെങ്കിൽ എല്ലാവരും അന്വേഷിച്ച് അങ്ങോട്ട് വരില്ലേ. അപ്പൊ ഉഷ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉഷയുടെ മുഖം കണ്ടാൽ അറിയാം എന്തെന്നില്ലാത്ത, മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത പ്രീതി ആ മുഖത്തിന്റെ. എപ്പോഴും വളരെ ഉള്ളിലുള്ള സന്തോഷം തിങ്ങി നിറഞ്ഞ് പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആപ്രീതയായിരിക്കുന്നവളും ഹതവ്രതാം, സാധാരണ ചെയ്യാറുള്ള അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, വ്രതങ്ങളൊക്കെ ഹനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോവുകയോ വേറെന്തെങ്കിലും ചെയ്യുകയോ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ നിത്യനൈമിത്തിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോ അതിലൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ആകെ ഒരു ഡിസിപ്ലിനൊക്കെ പോയിരിക്കണം. പഴയ ഡിസിപ്ലിനിലല്ല ഇപ്പൊ പോകുന്നത്. എന്തൊക്കെയോ മൊത്തത്തിൽ മാറ്റം, ഒരു വല്ലാത്ത ഇളക്കം എന്നൊക്കെ പറയില്ലേ, ആ ഇളക്കമൊക്കെ കാണുന്നു. അങ്ങനെയുള്ള താം അവളെ ദുരവച്ഛതൈഃ ഹേതുഭിഃ ലക്ഷയാൻ ചക്രുഃ. ദുരവച്ഛതം എന്നുള്ള അവച്ഛാദനം ചെയ്യുക എന്നുള്ള മറയ്ക്കുക, അതിന് ദുഃഖമേറിയത്, മറയ്ക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഹേതുക്കൾ എന്നാൽ നിമിത്തങ്ങൾ, ലക്ഷണങ്ങൾ, അതുകൊണ്ട് ലക്ഷീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലോ ഗർഭമൊക്കെ ആയി എന്നർത്ഥം. ഉദരം വലുതായി കഴിഞ്ഞാൽ മറയ്ക്കാൻ പറ്റുമോ? എത്ര മറച്ചാലും കൂടുതൽ വലുതായി വരികയുള്ളൂ അല്ലേ? മറയ്ക്കും തോറും വലുതാവും. അപ്പൊ മറയ്ക്കാൻ പറ്റാത്ത ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് ഗർഭലക്ഷണങ്ങൾ, ഗർഭധാരണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ അവളിൽ പ്രകടമായി തുടങ്ങി. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു ആര്? കാവൽക്കാര്. അവർക്ക് കാര്യം പന്തിയല്ല എന്ന് മനസ്സിലായി. നമ്മളിവിടെ കാവല് നിന്നിട്ടും ഏതോ ഒരു പുരുഷൻ ഇവളുടെ അന്തഃപുരത്തുണ്ട്, നമുക്കാണെങ്കിൽ നേരിട്ട് അന്തഃപുരത്തിൽ കയറാനുള്ള അനുമതിയില്ല, അതുകൊണ്ട് ഇത് രാജാവിനെ അറിയിക്കേണ്ടതാണ് എന്ന് അവര് പരസ്പരം കുശുകുശുത്തു. രാജാവിന്റെ മകളെക്കുറിച്ച് രാജാവിനോട് തന്നെ ചെന്ന് സംശയം പറയാൻ ഭയം ഉണ്ടാവും, തലപൂവും ചിലപ്പോൾ. രാജാവിന് ദേഷ്യം വന്നാൽ എൻ്റെ മകളെക്കുറിച്ച് അനാവശ്യം പറയണോ എന്ന് ചോദിക്കും. എങ്കിലും നിവൃത്തിയില്ല, പറയേണ്ടതാണ്, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഭടന്മാർ ചെന്ന് കൂട്ടമായിട്ട് ചെന്ന്, ഒറ്റയ്ക്ക് ചെന്നാൽ പെട്ടുപോകും. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായമാണ് ഇത് സത്യമാണ് എന്ന് അവരെല്ലാരും കൂടി ചെന്ന് രാജാവിനെ സ്വകാര്യമായിട്ട് അറിയിച്ചു. ബഡാ ആവേദയാൻ ചക്രുഹു രാജൻ തേ ദുഹിദുഹു വയം
വിചേഷ്ടിതം ലക്ഷയാമഹ കന്യായാഃ കുലദൂഷണം. ബഡാ ആവേദയാൻ ചക്രുഃ രാജൻ തേ ദുഹിതുർവയം വിചേഷ്ടിതം ലക്ഷയാമഹ കന്യായാ കുലദൂഷണം. ഭടന്മാർ ചെന്ന് ബഡാഹ ആവേദയാൻ ചക്രു, ആവേദനം ചെയ്തു. ആവേദനം ചെയ്യുക, നല്ലതുപോലെ അറിയിക്കുക, നിവേദനം ചെയ്യുക. അപ്പൊ ഭടന്മാരെല്ലാം ചെന്ന് രാജാവിനോട് ചെന്ന് അറിയിച്ചു. എന്താ പറഞ്ഞത്? ഹേ രാജൻ, അല്ലയോ രാജാവേ, കന്യായാഹ തേ ദുഹിദുഹു, കന്യകയായ എന്ന് പറഞ്ഞാൽ വിവാഹിതയല്ലാത്ത, ഇതുവരെ വിവാഹം കഴിയാത്തതായിട്ടുള്ള അങ്ങയുടെ മകളുടെ തേ ദുഹിദുഹു കുലദൂഷണം വിചേഷ്ടിതം ലക്ഷയാമഹ, വയം ലക്ഷയാമഹ, ഞങ്ങൾ ലക്ഷീകരിക്കുന്നു, ഞങ്ങൾ കാണുന്നു. എന്ത് കാണുന്നു? കുലദൂഷണം വിചേഷ്ടിതം, നമ്മുടെ കുലത്തിന് ദൂഷണമുണ്ടാക്കുന്ന, ചീത്തപ്പേരുണ്ടാക്കുന്ന എന്തൊക്കെയോ ചേഷ്ടിതങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ആ ഗർഭലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ അന്തഃപുരത്തില് ചിരിയും കളിയും ഒക്കെ ചിലപ്പോൾ ഇടയ്ക്ക് കേൾക്കാം. ഒരു പുരുഷന്റെ ചിരിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്തായാലും ഉള്ള അട്ടഹാസങ്ങള് അകത്ത് നടക്കുന്നുണ്ട്. അത് കുലദൂഷണമായിട്ടുള്ള ചേഷ്ടയാണ്. അപ്പൊ അങ്ങയുടെ മകളുടെ കുലദൂഷണം വിചേഷ്ടിതം വയം ലക്ഷയാമഹ, ഞങ്ങൾ ലക്ഷീകരിക്കുന്നു, കാണുന്നു എന്ന് ബഡാഹ ആവേദയാൻ ചക്രുഹു, ഭടന്മാർ ചെന്ന് അവിടെ അവതരിപ്പിച്ചു. അല്ലേ? ബാണൻ പക്വതയുള്ള ധീമാനായതുകൊണ്ട് ഇവരുടെ ഒന്നും തലയെടുത്തില്ല. ഇന്നത്തെ പല നമ്മുടെ നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഉദ്യോഗസ്ഥന്മാരുടെ തലയൊന്നും കാണില്ല. എന്തായാലും ഭടന്മാർ ചെന്ന് അറിയിച്ചു. അനപായിബിരസ്മാഭിഹി ഗുപ്തായാശ്ച ഗൃഹേ പ്രഭോ കന്യായാ ദൂഷണം പുംഭിഹി ദുഷ്പ്രേക്ഷായ ന വിദ്മഹേ. അനപായിഭി അസ്മാഭിഹി ഗുപ്തായാശ്ച ഗൃഹേ പ്രഭോ കന്യായാ ദൂഷണം പുംഭിഹി ദുഷ്പ്രേക്ഷായ ന വിദ്മഹേ. അപ്പൊ ഞങ്ങള് എപ്പോഴും അവിടുന്ന് പിരിയാതെ കാവലിരിക്കുന്നവരാണ് എന്നാ പറയണതാണ്. പ്രഭോ, അല്ലയോ പ്രഭുവായിരിക്കുന്നവനെ, അങ്ങേക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങളെ വേണമെങ്കിൽ ശാസിക്കാം, ശിക്ഷിക്കാം. അങ്ങയുടെ മകളെ വേണമെങ്കിൽ നിലയ്ക്ക് നിർത്താം. അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പിടിച്ചെടുക്കാം, എന്നിട്ട് അവന് ശിക്ഷ കൊടുക്കാം. എന്ത് വേണമെങ്കിലാവാം. എന്തിനും ശക്തിയുള്ള അങ്ങ് വേണമെന്ന് തീരുമാനിക്കാൻ. ഹേ പ്രഭോ, അനപായിബിഹി അസ്മാബിഹി, അസ്മാബിഹി ഞങ്ങളാൽ, ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്? അനപായികളാണ്. അനപായികൾ എന്ന് പറഞ്ഞാലോ അവിടുന്ന് ഒഴിഞ്ഞു മാറാറില്ല. ഞങ്ങൾ കള്ളത്തരമൊന്നും ചെയ്യാറില്ല. അല്ലേ? ഡ്യൂട്ടി, ഫുൾ ടൈം ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് അകന്നു പോകാറൊന്നുമില്ല. എപ്പോഴും കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള അസ്മാബിഹി ഗൃഹേ ഗുപ്തായാഹ, ഗൃഹത്തിൽ രക്ഷിക്കപ്പെടുന്ന അവളുടെ, ആ അങ്ങയുടെ കന്യകയുടെ, അതുപോലെ പുംഭിഹി ദുഷ്പ്രേക്ഷായാഹ കന്യായാഹ ദൂഷണം വയം ന വിദ്മഹേ. പുംഭിഹി ദുഷ്പ്രേക്ഷായാഹ, പുരുഷന്മാരാൽ കാണാൻ പാടില്ലാത്ത, എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ, അകത്ത് ചെന്ന് പ്രേഷണം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുരുഷന്മാരായ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള കന്യായാഹ ദൂഷണം, എന്താണ് അവിടെ നടക്കുന്നത്? കന്യയ്ക്ക് ദൂഷണത്തിനുള്ള പ്രവൃത്തി എന്താണ് അവിടെ നടക്കുന്നത്? ഇത് വയം ന വിദ്മഹേ, ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ലല്ലോ. എന്താ അവിടെ നടക്കുന്നതെന്ന് അകത്ത് ചെന്ന് നോക്കാൻ ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓർഡറൊന്നും ഇല്ലല്ലോ, അല്ലേ? റെയ്ഡ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് വേണ്ടത് ചെയ്യുക. പ്രഭു അങ്ങാണ്. യു ഹാവ് ടു ഡിസൈഡ്. അനപായിബിരസ്മാഭിഹി ഗുപ്തായാശ്ച ഗൃഹേ പ്രഭോ കന്യായാഹ ദൂഷണം പുംഭിഹി ദുഷ്പ്രേക്ഷായാ ന വിദ്മഹേ. തതഃ പ്രവ്യദിതോ ബാണോ ദുഹിദുഃ ശ്രുതദൂഷണഃ
ത്വരിതഃ കന്യകാകാരം പ്രാപ്തോദ്രാക്ഷീദ്യദുദ്വഹം തതഃ പ്രവ്യതിതോ ബാണോ ദുഹിദുഃ ശ്രുതദൂഷണഃ ത്വരിതഃ കന്യകാകാരം പ്രാപ്തോദ്രാക്ഷീദ്യദുദ്വഹം തതഃ പ്രവ്യതിതഃ ബാണഃ. ഇത് കേട്ടതോടുകൂടിയിട്ട് മകൾ കുലത്തിന് ദൂഷണമുണ്ടാക്കുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു എന്ന് കേട്ടാൽ ഏതച്ഛനാണ് സഹിക്കുക? അതും മകളോട് നല്ല വാത്സല്യവും സ്നേഹവുമുള്ള ധർമ്മനിഷ്ഠനായിട്ടുള്ള സത്യസന്ധനായ ധീരനായ രാജാവായ ബാണനെ പോലെ ഒരാൾക്കത് സഹിക്കുമോ? വലിയ അപമാനമല്ലേ അത് തനിക്കുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാണഃ പ്രവ്യതിതഃ, വളരെയധികം വ്യസനിച്ചു, നല്ല വ്യഥയുണ്ടായി അദ്ദേഹത്തിന് എന്നാണ്. അങ്ങനെ ദുഃഖിതനായിട്ടുള്ള ബാണൻ ദുഹിദുഹു ശ്രുതദൂഷണഃ ത്വരിതഃ, ആ മകളുടെ ശ്രുതം കൊണ്ട്, മകളുടെ ദുഷ്കീർത്തി കൊണ്ട് ദുഷിക്കപ്പെട്ടവനായിട്ട്, ദൂഷണത്തെ കേട്ടവനായിട്ട് എന്നൊക്കെ അർത്ഥം. ശ്രുതദൂഷണം, കേൾക്കപ്പെട്ട ദൂഷണത്തോടു കൂടിയവൻ, മകളെ കുറിച്ചിട്ടുള്ള ദൂഷണം കേട്ടവനായിട്ട്, ത്വരിതഃ ബന്ധപ്പെട്ട്, കന്യക അകാരം പ്രാപ്തഃ, ആ കന്യകയുടെ അകാരം, അകാരം എന്ന് പറഞ്ഞാൽ ഗൃഹം. അപ്പൊ കന്യക താമസിക്കുന്ന ഗൃഹത്തിലേക്ക് പ്രാപിച്ചു. അവിടെ പ്രാപിച്ചപ്പോ സഡനായിട്ടുള്ളൊരു റെയ്ഡ് പോലെ ചെന്നതായിരുന്നു. അപ്പോഴാണ് യദൂദ്വഹം അദ്രാക്ഷീത്, ആ യദുവംശത്തെ വഹിക്കുന്ന ആ പരമ്പരയിൽ പിറന്ന അനിരുദ്ധനെ അദ്രാക്ഷി ദർശിച്ചു. അവിടേക്ക് ചാടി ചെന്നതും വേഗത്തിൽ ചെന്നതും ആർക്കും തടയാനൊന്നും പറ്റില്ലല്ലോ. അവിടെ ദാസിമാർക്കൊന്നും തടയാൻ പറ്റില്ല. മാത്രമല്ല പുരുഷന്മാരാരും വരില്ല എന്നുള്ള ധൈര്യത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണിതാ അച്ഛൻ കയറി ചെന്നതോ നേരെ കാണുന്നത് അനിരുദ്ധനെ കാണുന്നു. അദ്രാക്ഷീത് യദുദ്വഹം, എങ്ങനെയുള്ളവനായിട്ട് കണ്ടു. കണ്ടപ്പോൾ ബാണനും ഉള്ളിൽ അത്ഭുതവും ബഹുമാനവും ഒക്കെ തോന്നി. അത്ര സുന്ദരനും യോഗ്യനുമാണ് ആര്? അനിരുദ്ധൻ, ഭഗവാന്റെ പൗത്രൻ. ആ ഒരു രംഗത്തെ വർണ്ണിക്കുകയാണ് ഇനി. കാമാത്മജം തമ്പുവനൈക സുന്ദരം ശ്യാമം പിശങ്കാംബരമംബുജേക്ഷണം ബൃഹദ്ഭുജം കുണ്ടലകുന്തളത്വിഷാ സ്മിതാവലോകേന ച മണ്ഡിതാനനം ദിവ്യന്തമക്ഷൈ പ്രിയയാ വിനൃമ്ണയ തദംഗസംഗസ്തന കുങ്കുമസ്രജം ബാഹ്വോർദധാനം മധുമല്ലികാശ്രിതാം തസ്യാഗ്ര ആസീനമവേക്ഷ്യ വിസ്മിതഃ. കാമാത്മജം തമ്പുവനൈകസുന്ദരം ശ്യാമം പിശങ്കാംബരമംബുജേക്ഷണം ബൃഹദ്ഭുജം കുണ്ടലകുന്തളത്വിഷാ സ്മിതാവലോകേന ച മണ്ഡിതാനനം ദിവ്യന്തമക്ഷൈഃ പ്രിയയാഭിനുമ്നയ തദംഗസംഗസ്തനകുങ്കുമസ്രജം ബാഹ്വോർദധാനം മധുമല്ലികാശ്രിതാം തസ്യാഗ്ര ആസീനം അവേക്ഷ്യ വിസ്മിതഃ. അപ്പോ ആരെ എങ്ങനെയൊക്കെയുള്ള രൂപത്തില് എന്ത് ചെയ്യുന്നതായിട്ട് കണ്ടു. ആരാണാള്? കാമാത്മജം, കാമാത്മജനെ. കാമാത്മജൻ എന്നാൽ കാമദേവന്റെ പുത്രൻ. കാമദേവൻ തന്നെയാണ് പ്രദ്യുമ്നൻ. അപ്പൊ പ്രദ്യുമ്നാത്മജം, പ്രദ്യുമ്നപുത്രം, ആ പ്രദ്യുമ്നന്റെ പുത്രൻ. അപ്പൊ കാമാത്മജൻ എന്നിവിടെ പറയാൻ കാരണം എന്താ? കാമനെ പോലെ സുന്ദരൻ തന്നെ, അച്ഛന്റെ മകൻ തന്നെ, കാമദേവനെ പോലെ തന്നെ സുന്ദരനായിരിക്കുന്ന തം, അവനെ എങ്ങനെയുള്ളവനായിട്ട്? ഭുവനൈക സുന്ദരം, ഭുവനത്തിലേക്ക് വെച്ച് ഏകസുന്ദരനായിട്ട് എന്ന് വെച്ചാൽ അവന് തുല്യനായിട്ട് മറ്റൊരു സുന്ദരൻ ഇല്ല എന്ന് തോന്നും. അതുപോലെയുള്ള സുന്ദരനായിട്ടുള്ള ശ്യാമം, ശ്യാമവർണ്ണനാണ്, കറുത്ത നിറമാണ്. പിശങ്കാംബരം, പട്ടുവസ്ത്രം ധരിച്ചവനും, മഞ്ഞ പട്ട് വസ്ത്രമായി ധരിച്ചവനും. അംബുജേക്ഷണം, താമരക്കണ്ണനായിരിക്കുന്നവനും. ബൃഹദ്ഭുജം, നല്ല വലിയ കൈകളോടുകൂടിയവനായിട്ട്, നീണ്ടുരുണ്ട ശക്തങ്ങളായിട്ടുള്ള ക്ഷത്രിയ ലക്ഷണത്തോടു കൂടിയതായിട്ടുള്ള കൈകളോടുകൂടിയവനായിട്ട്. ബൃഹദ്ഭുജം,
കുണ്ടല കുന്തളത്വിഷാസ്മിതാവലോകേന ച മണ്ഡിതാനനം. ആനനം മുഖം. അപ്പോ ആനനം മണ്ഡിതം, അലങ്കൃതം. എന്തൊക്കെ കൊണ്ട് അലങ്കൃതമാണ് ആനനം? കുണ്ടല കുന്തള ത്വിഷ. കുണ്ടലം കർണങ്ങളിലുള്ളതായിട്ടുള്ള ആഭരണങ്ങൾ, കുണ്ടലങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിന്റെ കാന്തി ത്വിഷ, ചുട്ടുകൊണ്ട്, ശോഭ കൊണ്ടും. കുന്തളം എന്ന് പറഞ്ഞാൽ തലമുടി നെറ്റിയിലേക്കൊക്കെ ഞാന്ന് വീണ് കിടക്കുന്നുണ്ട്, കുറുനിരകള്. ആ കുറുനിരകളുടെ കാന്തി കൊണ്ടും. അപ്പൊ കുറുനിരകളുടെയും കർണാഭരണങ്ങളുടെയും കാന്തി കൊണ്ട് മണ്ഡിതവം. അതുപോലെ സ്മിത അവലോകേന, മന്ദസ്മിതത്തോടുകൂടിയ നോട്ടം. ഉഷയെ നോക്കുന്നതും മറ്റുമൊക്കെ മന്ദസ്മിതത്തോടുകൂടിയതായിട്ടുള്ള ഒരു നോട്ടം. അങ്ങനെയുള്ള നിലാവുദിച്ചതുപോലെയുള്ള മന്ദസ്മിതത്തോടുകൂടിയ ആ മുഖം, മണ്ഡിതാനനം, അലങ്കൃതമായ ആനനം. എന്നിട്ടോ അഭിനിർമ്മളയാ പ്രിയയാ ദിവ്യന്തം അക്ഷൈഹി. അക്ഷൈഹി ദിവ്യന്തം. അക്ഷൈഹി ദിവ്യന്തം എന്ന് പറഞ്ഞാല് ഈ അക്ഷ ദിവ്യം എന്ന് പറഞ്ഞാല് ചൂതുകളി അഥവാ ചതുരംഗ ലീല. അപ്പൊ അക്ഷങ്ങളെ കൊണ്ട് കളിക്കുന്നവനായിട്ട്, ചതുരംഗം കളിക്കുന്നവനായിട്ട്. അക്ഷൈഹി ദിവ്യന്തം. ആരുടെ കൂടെ? അഭിനിർമ്മണയാ പ്രിയയ. അഭിനിർമ്മണ എന്ന് പറഞ്ഞാൽ എല്ലാ മംഗള ലക്ഷണങ്ങളോടും കൂടിയവൾ, എല്ലാ അംഗ സൗഷ്ഠവവും എല്ലാ മംഗള ലക്ഷണങ്ങളും തികഞ്ഞവളായ സുന്ദരിയായ, എല്ലാവർക്കും ആദരവ് തോന്നുന്ന സ്ത്രീരത്നമായ ആ പ്രിയയോടുകൂടെ, ഉഷയോടുകൂടെ ഈ ചതുരംഗം കളിക്കുന്നവനായിട്ടും. അങ്ങനെ കളിക്കുമ്പോൾ ഒരു മറ്റ് ഏതോ ഒരു അന്യപുരുഷനോട് കളിക്കുന്നത് പോലെയല്ല. ഇവന്റെ ലക്ഷണം കണ്ടാല് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവളെ ആലിംഗനം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തം. അതാണ് തദംഗസംഗസ്തന കുങ്കുമസ്രജം. സ്രജം, സ്രക്ക്, മാല. അപ്പോ ഇദ്ദേഹം മാല ധരിച്ചിട്ടുണ്ട്. ആ മാലയില് എന്തുണ്ട്? സ്തന കുങ്കുമം, മാറിലെ കുങ്കുമം. ആരുടെ? ദേവിയുടെ, ഉഷയുടെ മാറിലെ സ്ഥലങ്ങളിലൊക്കെ പൂശിയിട്ടുള്ള കുങ്കുമം എവിടേക്ക് പകർന്നിട്ടുണ്ട്? ഇദ്ദേഹത്തിന്റെ മാറിലെ മാലയിലേക്ക്. അപ്പൊ അത് അംഗസംഗം കൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഉഷയെ അംഗസംഗം ചെയ്തത് കൊണ്ട് തന്റെ മാലയിൽ പറ്റിപ്പിടിച്ച് അവളുടെ, ഉഷയുടെ സ്ഥലങ്ങളിലെ കുങ്കുമത്തോടു കൂടിയവനായിട്ട്. അപ്പോ ആ ബന്ധം എങ്ങനെയുള്ള ബന്ധം എന്ന് കാണുന്നവർക്കൊക്കെ വ്യക്തമാകും. അത് സൂചിപ്പിക്കാനാണിത്. അവരെ ഭാര്യാഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ആ ഭാവം. തദംഗസംഗ സ്തനകുങ്കുമസ്രജം മധുമല്ലികാശ്രിതാം ബാഹോർദധാനാം. അപ്പൊ ഇവിടെ ആ സ്രജത്തെ ബാഹുവിൽ ധരിക്കുന്നവനായിട്ടാണ്. കൈകളുടെ മധ്യത്തിൽ ദദാനം. മധുമല്ലികാശ്രിതാം തദംഗസംഗ സ്തനകുങ്കുമസ്രജം ബാഹോ ദദാനം. മധുമല്ലിക എന്ന് പറഞ്ഞാൽ മധുമാസത്തിലുണ്ടാകുന്ന മുല്ലപ്പൂവ്, വസന്ത ഋതുവിലുണ്ടാകുന്ന മല്ലിക കൊണ്ട് കെട്ടപ്പെട്ടതായിട്ടുള്ള ആ സ്രജം, സ്രക്ക്, ഇവളുടെ കുങ്കുമമെല്ലാം കലർന്നിട്ടുണ്ട്. ഇപ്പൊ അത് കയ്യിലാണ് ധരിച്ചിരിക്കുന്നത്. അതാണ് ബാഹോർ ദദാനം. ബാഹുക്കളുടെ മധ്യത്തിൽ ധരിച്ച്, അല്ലെങ്കിൽ ഇവിടെ ബാഹോർ ദദാനം എന്ന് പറഞ്ഞാൽ ബാഹു, കൈകൾ, അതിന്റെ മധ്യേ ദദാനം, മാറിടത്തിൽ ധരിച്ചവനായിട്ട് എന്നർത്ഥം. അപ്പോ മധുമല്ലിക കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള മാറിലെ മാല, ഇവളുടെ അംഗസംഗം കൊണ്ട് കുങ്കുമം പുരണ്ടതും സ്തനകുങ്കുമം പുരണ്ടതുമായിട്ട് അത് അനിരുദ്ധന്റെ ബാഹുക്കളുടെ മധ്യത്തിൽ ദദാനം എന്നെടുക്കണം. ബാഹോഹോ ദദാനം, ബാഹോഹോ മധ്യേ ദദാനം എന്ന് ചേർത്തെടുക്കാം. കൈകളുടെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ മാറിടത്തിൽ ശോഭിക്കുന്നവനായിട്ടും. തസ്യ അഗ്രേ ആസീനം. ഇപ്പോ തസ്യ എന്ന് പറയുമ്പോൾ ബാണൻ ചെല്ലുമ്പോൾ ബാണന്റെ മുമ്പിൽ ഇരിക്കുന്നവനായിട്ട്. തസ്യ അഗ്രേ ആസീനം തം കാമാത്മജം അപേക്ഷ്യ വിസ്മിത. ആ കാമദേവ പുത്രനായ അഥവാ പ്രദ്യുമ്ന പുത്രനായ അനിരുദ്ധനെ കണ്ടിട്ട് ബാണൻ വിസ്മയിച്ചു, അത്ഭുത പരതന്ത്രനായി.
ആശ്ചര്യമുള്ളവനായി. ആള് കൊള്ളാലോ, നല്ല സുന്ദരനാണ്, എൻ്റെ മകളുടെ സെലക്ഷൻ കൊള്ളാം. പക്ഷെ എന്നാലും ഏതച്ഛനാണ് മാനമുള്ള ഏതെങ്കിലും അച്ഛൻ ഇങ്ങനെ പിൻവാതിലിലൂടെ നുഴഞ്ഞു കയറി വരുന്ന ആളുകളെ ഇഷ്ടപ്പെടുമോ? അവൻ്റെ വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരണം, അവൻ്റെ മാന്യത പ്രകടിപ്പിച്ചുകൊണ്ട് വരണം, മര്യാദയ്ക്ക് വരേണ്ട വഴിയിലൂടെ വരണം. ഇതല്ലാതെ വളഞ്ഞ വഴി കൂടെ ഒളിഞ്ഞു പാത്തും വന്നവരെ സഹിക്കുമോ? അതുകൊണ്ട് അദ്ദേഹത്തിന് ആളെ പിടിച്ചുവെങ്കിലും ആളുടെ രീതി അങ്ങോട്ട് ഇഷ്ടമായില്ല, വന്ന വഴി അങ്ങോട്ട് ഇഷ്ടമായില്ല. അതാണ് അടുത്ത് പറയാനിരിക്കുന്നത്. സതം പ്രവിഷ്ടം വൃതമാതതായിഭിർബടൈർ അനീകൈരവലോക്യ മാധവഃ ഉദ്യമ്യമൗർവം പരിഘം വ്യവസ്ഥിതോ യദാന്തകോ ദണ്ഡധരോ ജിഗാംസയാ. സതം പ്രവിഷ്ടം വൃതമാതതായിഭിർബടൈർ അനീകൈരവലോക്യ മാധവഃ ഉദ്യമ്യമൗർവം പരിഘം വ്യവസ്ഥിതോ യദാന്തകോ ദണ്ഡധരോ ജിഗാംസയാ. അപ്പോ അങ്ങനെ പ്രവിഷ്ടം തം പ്രവേശിച്ചവനായ അവനെ, ആരാണ്? ബാണനെ. ബാണനെ ആര് കാണുന്നു? മാധവഃ അവലോക്യ എന്ന് പറയുന്നുണ്ട്. മാധവൻ എന്നാൽ ഇവിടെ ഭഗവാന്റെ പൗത്രനെ തന്നെയാണ് ഇവിടെ മാധവൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ അംശമാണല്ലോ, അതുകൊണ്ട് മാധവഃ എന്ന് ഇദ്ദേഹത്തെ തന്നെയാണ് പറഞ്ഞത്. ആരെ? അനിരുദ്ധനെ വിശേഷിപ്പിച്ചതാണ് മാധവഃ. ആ മധുകുലത്തിൽ ജനിച്ചവൻ എന്ന് പറയാം. മധു ദാശാർഹന്മാർ എന്നൊക്കെ യാദവന്മാർക്ക് അവാന്തര വംശങ്ങളുണ്ട്. അപ്പൊ ആ മധുവംശത്തിൽ ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ മാധവൻ, യാദവനും മാധവനും അല്ലേ, വാർഷ്ണേയനും ഒക്കെയാണ്. അപ്പൊ മാധവഃ അവലോക്യ, ആരെ കണ്ടു? തം പ്രവിഷ്ടം. അപ്പൊ സഹ മാധവഃ തം പ്രവിഷ്ടം, ആ പ്രവേശിച്ചവനെ എങ്ങനെയാണ് കാണുന്നത്? വൃതം ആതതായിബിർ ബടൈഹി അനീകൈഹി. ആതതായികൾ എന്ന് പറഞ്ഞാൽ ആയുധധാരികൾ. ആതതായി എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ട് തന്റെ നേരെ വധിക്കാൻ വരുന്നവരാണ് ആതതായി. അപ്പൊ ആയുധധാരികൾ എന്നർത്ഥം. ആയുധധാരികളായ, ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച ബടൈഹി ഭടന്മാരാലും അനീകൈഹി അനീകങ്ങൾ സൈന്യങ്ങളാലും വൃതം ചുറ്റപ്പെട്ടവനായിട്ടാണ് ബാണൻ പ്രവേശിക്കുന്നത്. എന്ന് വെച്ചാൽ ബാണൻ കള്ളനെ പിടിക്കാൻ വരികയാണല്ലോ, ഒത്തിരി ഒരുങ്ങി തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് വൃതം പ്രവിഷ്ടം. സൈന്യസമേതനായി പ്രവേശിച്ചവനായ ആ ബാണനെ സഹ മാധവഃ അവലോക്യ, ആ മധുകുലത്തിൽ ജനിച്ച അനിരുദ്ധൻ കണ്ടിട്ട് മൗർവം പരിഘം ഉദ്യമ്യ, തന്റെ കയ്യിലൊരു പരിഘമുണ്ട്, ഒരു ഒലയ്ക്ക. ആ ഒലയ്ക്ക എങ്ങനെയുള്ളത്? മൗർവം, മുരു എന്ന് പറയുന്ന ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയത്, ഒരു ലോഹ മിശ്രിതമാണ് മുരു. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള ഇരുമ്പ് പോലെയുള്ള അലോയ് ആണ് മുരു. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയത് മൗർവം. അപ്പൊ മൗർവം പരികം, നല്ല വലിയ പരികത്തെ ഉദ്യമ്യ ഉയർത്തിപ്പിടിച്ച് ജിഗാംസയാ ദണ്ഡധരഃ അന്തകഃ യഥാ വ്യവസ്ഥിതഃ. ജിഗാംസയ, ആര് തന്നെ അടുക്കുന്നുവോ അവരെ ഹനിക്കാനുള്ള ഇച്ഛയോടുകൂടി, ഹനിക്കാനുള്ള ഇച്ഛ ജിഗാംസ, ആ ജിഗാംസയോടുകൂടെ ദണ്ഡധരഃ അന്തകഃ യഥാ, കാലൻ എങ്ങനെയാണോ ദണ്ഡവുമേന്തി നിൽക്കുക, ആ യമൻ ദണ്ഡവുമേന്തി നിൽക്കുന്നത് പോലെ അന്തകനെ പോലെ വ്യവസ്ഥിത ഉറച്ചു നിന്നു. ധീരനാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ. ഇത്രയും സൈന്യവും 1000 കൈകളുള്ള ബാണനും എല്ലാവരും കൂടി വന്നിട്ടും ഒരു കുലുക്കവുമില്ലാതെ ആ കൃഷ്ണന്റെ പൗത്രനാണെന്നുള്ളതായിട്ടുള്ള ആ ഒരു എന്താ പറയുക പാരമ്പര്യം അത് തെളിയിച്ചുകൊണ്ട് ധീരനായിട്ട് കുലുങ്ങാതെ നിന്നു. അല്ലാതെ പേടിച്ച് ഓടിപ്പോകാൻ നോക്കുകയല്ല ചെയ്തത്, മോഹാത്സ്യം പ്രാപിക്കുകയല്ല ചെയ്തത്, എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് ഭീരുവിനെ പോലെ കരയുകയല്ല ചെയ്തത്. ആരെങ്കിലും തൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അപ്പൊ കാണിച്ചു തരാം എന്നുള്ള മട്ടില് നല്ല ക്ഷത്രിയ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ധീരനായി ആയുധവുമായി നിന്നു. ജിഗൃക്ഷയാ താൻ പരിതഃ പ്രസർപ്പതഃ
ശുനോ യഥാ സൂകരയൂതപോഹനത് തേ ഹന്യമാനാ ഭവനാദ് വിനിർഗത നിർഭിന്നമൂർധോരുഭുജാ പ്രതുദ്രുവുഃ ജിഗൃക്ഷയാ താൻ പരിതഃ പ്രസർപ്പതഃ ശുനോ യഥാ സൂകരയൂതപോഹനത് തേ ഹന്യമാനാ ഭവനാദ് വിനിർഗത നിർഭിന്നമൂർധോരുഭുജാ പ്രതുദ്രുവുഃ. അപ്പോഴേക്കും ബാണന്റെ ഭാവം മനസ്സിലാക്കി സൈന്യം വളഞ്ഞ് ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടു. അതാണ് ജിഗൃക്ഷയാ പരിതഃ പ്രസർപ്പതഃ താൻ. താൻ എന്ന് പറഞ്ഞാൽ അവരെ, ആ സൈന്യത്തെ. അവരെന്തിനു വന്നവരാണ്? ജിഗൃക്ഷയാ. ജിഗൃക്ഷ എന്ന് പറഞ്ഞാൽ ഹർത്തും ഇച്ഛ, ഹരിക്കുവാൻ, പിടിക്കുവാൻ, ബന്ധിക്കുവാനൊക്കെയുള്ള ഇച്ഛയോടുകൂടി പിടിച്ച് ബന്ധിക്കാനുള്ള ആഗ്രഹത്തോടെ. പരിതഃ പ്രസർപ്പതഃ. പരിതഃ ചുറ്റുപാടും, പ്രസർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക, ഓടുക എന്നൊക്കെ അർത്ഥം. ഇപ്പൊ തന്റെ ചുറ്റും വ്യഗ്രതയോടുകൂടി സൈന്യം ഇവനെ പിടിക്കണം എന്നുള്ള വ്യഗ്രതയോടെ വരികയാണ്. നമ്മള് ഇതിലൊക്കെ കാണാം അല്ലേ, വല്ല അനിമൽ പ്ലാനറ്റ് ചാനലോ ജോഗ്രഫിക്കൽ ചാനലുകളോ അതിലൊക്കെ കാണാം. കാട്ടുപന്നിയുടെ ചുറ്റും ചെന്നായ്ക്കളോ മറ്റു നാട്ടുനായ്ക്കളോ. ഇവിടെ നമുക്കിപ്പോഴും നാട്ടിൻപുറത്തും കാണാം. നായ്ക്കളൊക്കെ കൂടി വളഞ്ഞ് ആക്രമിക്കാരെ? പന്നിയെ, കാട്ടുപന്നിയെ. അപ്പൊ പന്നി നല്ല വീര്യമാണ് അതിന്. ഒരിക്കലും അത് ഭയപ്പെട്ടോടില്ല. അത് നല്ല ബലം പിടിച്ച ശക്തിയോടുകൂടെ തന്റെ തേറ്റ കൊണ്ട് തന്റെ മുമ്പിൽ വരുന്ന നായ്ക്കളെയൊക്കെ കുത്തി മറിച്ചിടും, എടുത്തെറിയും, നല്ലോണം ആക്രമിക്കും. വളരെ വേഗതയാണ്. അതിന്റെ ഇടി കൊണ്ടു കഴിഞ്ഞാൽ പണി കഴിയും. അത്ര ഫാസ്റ്റായിട്ടാണ് ഇടിക്കുക. ആ രീതിയിൽ പന്നി കറങ്ങി 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 ചുറ്റും വരുന്നതായിട്ടുള്ള നായ്ക്കളെ ആക്രമിക്കും. അതുപോലെ എന്നാ പറഞ്ഞത് സൂകരയൂതപഃ ശുനഃ യഥാ അഹനത്. സൂകരയൂതവൻ എന്ന് പറഞ്ഞാൽ സൂകരം പന്നിയാണ്, പന്നിയിലെ നായകൻ, പന്നിക്കൂട്ടത്തിന്റെ അധിപൻ. അതാണ് സൂകരയൂതവൻ. ആ പന്നിക്കൂട്ടത്തിന്റെ അധിപനായിട്ടുള്ള ഒരാൾ, ആ പന്നിക്കൂട്ടത്തിൽ നായകനായിട്ടുള്ള പന്നി ശുനഃ യഥ. ശുനഃ എന്ന് പറഞ്ഞാൽ നായ്ക്കള് ചുറ്റും നിന്ന് ആക്രമിക്കുമ്പോൾ എപ്രകാരമോ അതുപോലെ അഹനത് അവരെ തിരിച്ചടിച്ചു. അത്രയും വേഗത്തിൽ. ഒരു കാട്ടുപന്നിയുടെ ഒരു വേഗത എന്ന് പറയുന്നത് സിംഹങ്ങൾക്ക് പോലും പേടിയാണ്. അടുത്ത് ചെല്ലുമ്പോൾ വളരെ പെട്ടെന്ന് തിരിഞ്ഞ് ഇടിച്ച് ആക്രമിക്കും. അപ്പൊ എല്ലാ ജന്തുക്കൾക്കും പേടിയുള്ളതാണ് ഈ പന്നിയുടെ വേഗത. അതിന്റെ വേഗതയാണത്, ലൈറ്റ്നിങ് സ്പീഡാണ്. അപ്പൊ സൂകരയൂതപഃ ശുനഃ യഥാ അഹനത്, ഹനിച്ചു. അങ്ങനെ ഹന്യമാനാഹ തേ, ഹനിക്കപ്പെട്ടവരായിട്ടുള്ള, അടികിട്ടിയതായിട്ടുള്ള അവരൊക്കെ പരികം കൊണ്ട് അടികിട്ടിയപ്പോൾ അവരെല്ലാം നിർഭിന്ന മൂർധോരു ഭുജാഹ, അവരുടെ മൂർധ, ഊരു, ഭുജം ഇതെല്ലാം നിർഭിന്നം, ഇതരാം ഭിന്നം, നല്ലതുപോലെ തകർക്കപ്പെട്ട ശിരസ്സും മൂർധാവും ഊരു തുടകളും ഭുജങ്ങൾ, കൈകളും എല്ലാം അടിച്ച് ചതയ്ക്കപ്പെട്ടവരായിട്ട് ഭവനാദ് വിനിർഗതാഹ, നിൽക്കക്കളിയില്ലാതെ ആ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഓടി. വന്നതിനേക്കാൾ വേഗത്തിൽ അവർ പാഞ്ഞുപോയി. രക്ഷപ്പെടാൻ വേണ്ടി സൈന്യമെല്ലാം ഭയപ്പെട്ടോടി. അത്ര പരാക്രമിയാണ് അനിരുദ്ധൻ. ഏകനായിട്ട് ഇവരെല്ലാം നേരിട്ടു. ജിഗൃക്ഷയാ താൻ പരിതഃ പ്രസർപ്പതഃ ശുനോ യഥാ സൂകരയൂതപോഹനത് തേ ഹന്യമാനാ ഭവനാദ് വിനിർഗതാഃ നിർഭിന്നമൂർധോരുഭുജാ പ്രതുദ്രുവുഃ. ഭഗവാൻ വരാഹ അവതാരം എടുത്തത് അല്ലേ, ആ ഓർമ്മ. അദ്ദേഹത്തിന്റെ പൗത്രനല്ലേ ഇത്. അപ്പോൾ ആ ശക്തിയൊക്കെ ആവഹിച്ചുകൊണ്ട് ഒരു പന്നിക്കുട്ടിയെ പോലെ, അല്ലെങ്കിൽ പന്നിയുടെ നായകനെ പോലെ ഇവരെല്ലാം കുത്തി ഓടിച്ചു എന്ന് പറഞ്ഞ പോലെ അടിച്ചു ഓടിച്ചു. തം നാഗപാശൈർബലിനന്ദനോ ബലി ഗ്നന്ദം സ്വസൈന്യം കുപിതോ ബബന്ധഃ ഊഷാഭൃശം ശോകവിഷാദ വിഹ്വല ബദ്ധം നിശമ്യാശ്രുകലാക്ഷ്യരൗദിഷീത്. തം നാഗപാശൈർബലിനന്ദനോ ബലി ഗ്നന്ദം സ്വസൈന്യം കുപിതോ ബബന്ധഃ ഊഷാഭൃശം ശോകവിഷാദ വിഹ്വല
ബദ്ധം നിശമ്യാശ്രുകലാക്ഷരൗദിഷീത്. അപ്പോ ബാണന് സഹിച്ചില്ല, തന്റെ സൈന്യത്തെ മുഴുവൻ പരാജയപ്പെടുത്തി ഓടിക്കണു. അപ്പോ ദേഷ്യം വന്നവനായ ബാണൻ, അതാണ് സ്വസൈന്യം ഗ്രന്ഥം തം കുപിതഃ ബലിനന്ദനഃ മഹാബലിയുടെ പുത്രനായ ബലവാനായ ബാണൻ കുപിതഃ കോപിച്ചു. സ്വസൈന്യം ഗ്രന്ഥം തം, തന്റെ സൈന്യത്തെ ഹനിക്കുന്ന അവനോട്, തന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന ആ അനിരുദ്ധനോട് കോപിച്ചവനായിട്ടുള്ള ആ ബാണാസുരൻ, ബലവാനായ ബലിപുത്രൻ എന്ത് ചെയ്തു? നാഗപാശൈഹി ബബന്ധഃ. കഷ്ടം, നാഗപാശങ്ങളെ കൊണ്ട് ബന്ധിച്ചു. നാഗപാശങ്ങൾ അസ്ത്രങ്ങളെ കൊണ്ട് പ്രയോഗിച്ചിട്ടുണ്ടാവും, ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് പ്രയോഗിച്ച നാഗപാശങ്ങളെ കൊണ്ട് അവനെ ബന്ധിച്ചു, അനിരുദ്ധനെ ബന്ധിച്ചു. അങ്ങനെ ബന്ധിക്കപ്പെട്ട ബദ്ധം നിശമ്യ, ബന്ധിതനായി എന്ന് കേട്ടിട്ട് ആര്? ഉഷ. വൃഷം ശോക വിഷാദ വിഹ്വല ഉഷ അശ്രുകലാക്ഷി അരൗദിഷീത്. തന്റെ ഭർത്താവ്, തന്റെ പ്രിയപ്പെട്ട നാഥൻ, പ്രാണനാഥൻ ബദ്ധം നിശമ്യ, ബന്ധിക്കപ്പെട്ടവനായി കണ്ടിട്ട് വൃഷം അത്യന്തം ശോക വിഷാദ വിഹ്വല, ശോകത്താലും വിഷാദത്താലും പരവശയായിട്ട് ഉഷ, ആ ഉഷാദേവി അശ്രുകലാക്ഷി, ആ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നവളായിട്ട് അരൗദിഷീത്, നന്നായി രോദനം ചെയ്തു, വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു. തൻ്റെ അച്ഛൻ യാതൊരു മയവുമില്ലാതെ കഠിന ഹൃദയനായിട്ട് തൻ്റെ പ്രാണനാഥനെ ഇങ്ങനെ നാഗപാശങ്ങളെ കൊണ്ട് ബന്ധിച്ചത് അറിഞ്ഞ് കണ്ട് ഉഷയ്ക്ക് സങ്കടം സഹിക്കാതെ വാവിട്ട് നിലവിളിച്ചു. മകളോട് വാത്സല്യമൊക്കെ ഉണ്ട്, ഇയാളോട് ബഹുമാനവുമുണ്ട്. പക്ഷേ അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, തൻ്റെ അഭിമാനം രക്ഷിക്കണ്ടേ എന്നുള്ള വിചാരം ഉണ്ടാവും ശക്തനായിട്ടുള്ള രാജാവായിട്ടുള്ള അദ്ദേഹത്തിന്. മറ്റുള്ള പ്രജകളൊക്കെ എന്തു പറയും, താൻ ഇതിലേക്ക് അനുവദിച്ചു കൊടുത്താൽ, മകളുടെ വഴിവിട്ട ഈ മാർഗത്തെയെല്ലാം താൻ അനുവദിച്ചു കൊടുത്താൽ അത് രാജ്യത്ത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മാതൃകയായി പോവില്ലേ. അപ്പം അതുകൊണ്ട് മകളെ അവളിത്തിരി കരയട്ടെ, സാരമില്ല എന്ന മട്ടില് ബന്ധനസ്ഥനാക്കി അങ്ങനെ ഈ അനിരുദ്ധനെ കാരാഗൃഹത്തിലാക്കുകയാണ് ബാണൻ ചെയ്യുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും അനിരുദ്ധൻ സൈന്യത്തെയെല്ലാം ജയിച്ചു. പക്ഷെ ബാണനെ മാത്രം ജയിക്കാൻ സാധിച്ചില്ല. ബാണൻ അത്രയ്ക്കും ശക്തനാണ്, മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് 1000 കൈകളുള്ള മഹാശക്തനാണ് ബലി എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇപ്പതാ തൽക്കാലം അനിരുദ്ധൻ ബന്ധനസ്ഥനായി കാരാഗൃഹത്തിലാണ്. ഇനി കഥ തുടരുന്നത് അടുത്ത അധ്യായത്തിലാണ്. ഉഷ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇരിക്കട്ടെ, ഉഷയുടെ കരച്ചിലൊക്കെ മാറും അല്ലേ. അപ്പം എന്തായാലും ഇവിടെ നമുക്കിപ്പോൾ നിർത്താം. ഹരി ഓം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധബന്ധോ നാമ ദ്വിഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമുക്ക് നാളെ നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.